കുടുംബം ഈ ദൈവസഭയ്ക്ക് വളരെ അനുഗ്രഹമായ ഒരു കുടുംബമായിരുന്നു. ഏത് നിലയിലും നിലവാരത്തിലും അവരുടെ കഴിവുകൾ കൊണ്ട് ദൈവം അവരെ ഫലമേൽപ്പിച്ച ശുശ്രൂഷകൾ കൊണ്ടൊക്കെ അവരെ ദൈവസഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു. കർത്താവ് അവർ പോകുന്നത് കോരമംഗല ദൈവസഭയ്ക്ക് ഫിസിക്കലായിട്ട് ഒരു നഷ്ടമാണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർ അവരെവിടെ കടന്നുപോയാലും ഈ ദൈവസഭയിൽ ആരാധിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരൊക്കെ ആത്മിക കൂട്ടായ്മകൾ കൂടുവാനും ഓർമ്മയിൽ സംസാരിക്കുവാനും കാണുവാനും സംസാരിക്കുവാനും ഒക്കെ ദൈവം അവസരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരുക്കി നൽകി തരുമല്ലോ. നാം എവിടെയായിരുന്നാലും അന്യോന്യം ഓർക്കുവാനും കരുതുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം ഇട നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരിക്കൽ ഓർപ്പിച്ചതുപോലെ വിട്ടുപോകുന്നത് കൊണ്ട് നഷ്ടം വരാത്ത ഏക കമ്പനി എന്ന് പറഞ്ഞാൽ ദൈവസഭയാണ്. ദ ചർച്ച് ഡസ് നോട്ട് ലൂസ് എനിവൺ ഫ്രം ഇറ്റ്സ് മെമ്പർഷിപ്പ്. കോരമംഗല സഭയുടെ മെമ്പർഷിപ്പിൽ നിന്ന് മാറുന്നു എന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ സഭയിൽ മെമ്പർഷിപ്പ് വിട്ടുപോകുന്നത് കൊണ്ടോ മരണപ്പെടുന്നത് കൊണ്ടോ സ്ഥലം മാറിപ്പോകുന്നത് കൊണ്ടോ ഒന്നും കുറയുന്നില്ല. നാം എല്ലാം ഒരു ദൈവസഭയുടെ അംഗമാണ്. നമ്മെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവ് അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് അസ് ഓൾ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ. തുടർന്ന് നമ്മുടെ പ്രിയ ജാൻസ് ബ്രദറിന് നാം ഫെയർവെൽ മീറ്റിംഗ് ആയിട്ട് ക്രമീകരിക്കുന്ന മീറ്റിങ്ങുകൾ പ്രാരംഭിക്കുകയാണ്. ഞങ്ങളിവിടെ ആയിരുന്ന സമയത്തൊക്കെ പ്രിയപ്പെട്ട കുടുംബം ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. അവരോടുള്ള സ്നേഹമുള്ള ഇടപാടുകളും അവരുടെ സംസാരങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. അവരവിടെ കടന്നു പോകുന്ന സ്ഥാനത്തും ദൈവരെ അനുഗ്രഹിക്കട്ടെ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടെ കടന്നു ചെന്ന അവർ ചെല്ലുന്ന സഭയിലും അവരായിരിക്കുന്ന ജോലി സ്ഥലങ്ങളിലും ദൈവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയായിരുന്നാലും ദൈവസന്നിധിയിൽ നമ്മൾ പരസ്പരം പ്രാർത്ഥന ഓർക്കുന്നത് വളരെ അനുഗ്രഹമാണ്. അവരുടെയും ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. കടന്നു പോകുന്ന സ്ഥാനത്ത് ദൈവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാം അനുഗ്രഹങ്ങളും നന്മകളും അവർക്ക് നേരുന്നു. ദൈവസന്നിധി ഞാൻ നിർത്തിക്കൊള്ളു. Today morning when I opened Zoom, I saw one punchline: life is meaningless without Lord. So that time I thought, who is this? And when I was going downward, scrolling it, I find that the screen with the punchline, this punchline was of Brother Jan. So practically when I was here for last 2 years, I saw the brother was a very nice element, actually having a strong pillar of the church. Whenever today itself we have seen, when pastor was not there, but he was taking other session, our brother has handled that particular time in a very nice manner. Lord's presence we felt it with him. So since last 2 years, I felt that he was a very good element for, I can say in Hindi, Kalisya church. एक खंबे के रूप में he was there in the church. But I feel Lord has got his own plan. Very nice family of our church when move away to other places, we feel very sad. We think that why such happened, but such thing happened. But what happened? Lord's plan is better than our thought. He planned some plant in some places, then he replant into some other places, so that there he can get flourish and win the soul. That's what I feel. So the good plants were replanted to various other places. So I feel Brother Jan has been taken by the Lord to that place, and I feel that his presence at that place will be a blessed one. Although he germinates from here, and he got a very nice environment here to get a flare out of it. So all my blessings, all my prayer is with that family. Wherever they go, let the heavenly hand be with them, and let all blessings, spiritual blessings along with the worldly blessings be there with them. Thank you, brother, for being together, and Lord has given this opportunity to be with him for last 1.5 years. Thank you for that. I praise my Lord for that. Thank you very much, brother. Have a nice day. Praise the Lord.
കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടാറാകട്ടെ. പ്രതികൾ പ്രിയ ജാൻസ് ബ്രദറെ, പ്രിയ അനു കുഞ്ഞ് അവരുടെ ഫെയർവെൽ മീറ്റിംഗിനുള്ള ബന്ധത്തിൽ അടിന് ഒരു വാക്ക് പറയുവാൻ ദൈവം ഒരുക്കി തന്ന വലിയൊരു സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 4 വർഷക്കാലം അടിയങ്ങൾക്കും പ്രിയ പൈതലോട് ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരുന്നപ്പോൾ ആ പ്രിയ ഭവനം ഞങ്ങൾക്ക് വളരെ അനുഗ്രഹവും സന്തോഷമായിരുന്നു. അത് നന്ദിയോടെ ഓർക്കുകയാണ്. ഏത് പാതിരാത്രിക്ക് അവിടെ വിസിറ്റിംഗ് എന്നാലും അവരാഹാരം കഴിപ്പിക്കാതെ ഞങ്ങളെ വിടുകയില്ലായിരുന്നു. അതെല്ലാം വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവർ വളരെ അനുഗ്രഹമായിരുന്നു ശുശ്രൂഷയുടെ മുഖത്ത്. അത് വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. ദൈവം അനുഗ്രഹങ്ങൾ പിന്നെയും നൽകട്ടെ. കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കട്ടെ. പ്രിയ ഹല്ലേലൂയ കുഞ്ഞുങ്ങൾ എവിടെ ചെന്നാലും ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. യോശുവ അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അത് നിങ്ങളുടെ ആശംസയായി അടിയൻ അറിയിച്ചുകൊണ്ട് ദൈവത്തിൽ കുടുംബമാകട്ടെ. ആരാധനയ്ക്ക് ശേഷം കർത്താവിന്റെ സന്നിധിയിലെത്തുകയും അച്ഛനും കുടുംബമായി കടന്നു വരാൻ ദൈവം സഹായിച്ച മഹാകരുണയ്ക്കായി സ്തോത്രം. 10 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ആലയത്തിലായിരിക്കാനും ദൈവത്തിന്റെ ആലയത്തിൽ നടുവായി നിൽക്കാനും പൈതലിന് എന്റെ ദൈവം അനുഗ്രഹിച്ച മഹാകരുണയ്ക്കായി സ്തോത്രം. അനേക വിഷയങ്ങളുടെ മുൻപിൽ നിൽപ്പാൻ ദൈവം അതിനു വേണ്ടി കൃപ ചെയ്തു. അങ്ങനെ സഭയിൽ പ്രാർത്ഥിക്കാനും അനേക വിഷയങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ നിൽപ്പാൻ ദൈവം സഹായിച്ചു. തക്ക സമയമാകുമ്പോൾ ആയപ്പോൾ പതിലിന് വേണ്ടി വിദേശയാത്രയ്ക്ക് വേണ്ടി ഒരുക്കിയ മഹാകരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കടന്നതിന്റെ നീളത്തെല്ലാം കർത്താവിന്റെ സാന്നിധ്യം പതിലിനോട് കൂടെ ഇരിപ്പാൻ തത്വം സഹായിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന പോലെ കർത്താവ് മോശ പറഞ്ഞതുപോലെ ദൈവം എന്നോട് കൂടെ ഇല്ലെങ്കിൽ ഞാൻ കടന്നു പോരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തോടെ പൈതൽ കടന്നു പോകുവാൻ തത്വം സ്വർഗത്തിലേയും സഹായിക്കണം. വാഹനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തക്ക സമയം കാലാവസ്ഥയുടെ എല്ലാം ദൈവം ഒരുക്കുവാൻ പ്രാർത്ഥിക്കുന്ന അവിടെ കടന്നു ചെല്ലുമ്പോൾ കർത്താവ് അനുഗ്രഹമായ ഒരു ഹല്ലേലൂയ സഭ പൈതലിന് വേണ്ടി ഒരുക്കുവാനും ജോലി കാര്യങ്ങൾ തക്ക സമയത്ത് ലയിക്കുവാനും അതിൽ പ്രവേശിക്കുവാനും എന്റെ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെ കുടുംബമായി എന്റെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയ്ക്ക് കർത്താവ് കടന്നു പോകുന്ന ഒരു പ്രയാസമാണെങ്കിലും കർത്താവ് തക്ക സമയമാകുമ്പോൾ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ പൈതങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങളും നിറവേറ്റുന്ന ദൈവം ഒന്നാകിയാൽ അടിയങ്ങൾ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അതിന്റെ സമയങ്ങൾ അടുത്ത് വരുമ്പോൾ കർത്താവ് പ്രകാരമുള്ള വിഷയങ്ങൾ ഉണ്ടാകും. അതിൽ ഭാരപ്പെടുകയോ പ്രയാസപ്പെടുവാനൊന്നുമില്ല. അവരുടെ വരുന്ന ആളുകളിൽ അവരുടെ ജീവിതം ദൈവം ധന്യമാക്കുവാൻ തക്കോണം അവരെ അനുഗ്രഹിക്കണമെന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാൽ കേട്ടിരിക്കാൻ സ്തോത്രം. യാത്രയോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാതെ പണം വലിയവരായ ദൈവം ജാൻസ് ബാച്ചിലറായിട്ട് ഇവിടെ വന്ന കാലം മുതൽ അടിയങ്ങൾക്ക് കുടുംബമായിട്ട് ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ അടിയങ്ങൾക്ക് സ്നേഹിക്കുവാനും കരുതുവാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. സഭയുടെ ഒരു വളർച്ചയ്ക്ക് ഒരു മുഖ്യ കാരണം ജാൻസ് ആണ്. ശനിയാഴ്ച തോറുമുള്ള യുവജനങ്ങളുടെ ഒരു പ്രയർ സെന്റർ നമുക്ക് ഉണ്ടായിരുന്നു. അതിൽ ഇവരൊക്കെയും മുഖ്യമായിട്ട് നിന്നുകൊണ്ട് പ്രാർത്ഥനയിൽ വഹിക്കുവാനും സഭയുടെ ഒരു വളർച്ച ഏറ്റവും ആ പ്രാർത്ഥനയിൽ കൂടെയാണെന്ന് ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്. സഭയിലെ ആത്മീയ ആരാധനകൾക്കും അല്ലെങ്കിൽ ശുശ്രൂഷകൾക്കൊക്കെയും മുൻപന്തിയിൽ നിൽക്കുവാതെ ഗുണം വലിയ ദൈവം അവിടുന്ന് ജാൻസിനെ അവിടുന്ന് പ്രയോജനപ്പെടുത്തി ദീർഘനാളുകളായി അടികൾ പ്രാർത്ഥിച്ചിരുന്ന വിഷയമാണ് ജാൻസിനെ വിദേശത്ത് കടന്നു പോകാനുള്ള വിഷയത്തിന് വേണ്ടി തക്ക സമയത്ത് കർത്താവ് അവിടുന്ന് ഒരു വഴികളെ ഒരുക്കി അവിടുന്ന് മാനിച്ചത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പോകുന്ന സ്ഥാനത്ത് കർത്താവിന്റെ മഹത്വം നിലനിൽക്കുവാനും അവർക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്ന് സഹായിക്കുന്നതിന് വേണ്ടി അടിയങ്ങൾ പ്രാർത്ഥിക്കും. പിന്നെ അടിയങ്ങൾ സഭയെ ഓർത്ത് സഭയിൽ നിന്ന് കടന്നു പോയി കഴിയുമ്പോൾ സഭയിലുള്ള ആരെയും മറന്നു പോകാതെ അത് സഭയിലുള്ള ഓരോ കുടുംബങ്ങളെയും വല്ലപ്പോഴും എങ്കിലും ഒന്ന് വിളിച്ച് ക്ഷേമം അന്വേഷിക്കുകയും തമ്മിൽ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് പ്രത്യേകമായിട്ട് അവിടുന്ന് ഓർക്കുകയാണ്. പ്രത്യേകമായിട്ട് ഇവർക്ക് അനേക കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അനുവിനെ ഓർത്ത് പറയുകയാണെങ്കിൽ പാട്ട് പാടുവാനായിട്ടൊക്കെയും നല്ല കഴിവുകളുണ്ട്. എന്നാൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന താരതകളൊക്കെയും പലപ്പോഴും കുഴിച്ചിടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. എന്നാൽ ഇത് പോകുന്നിടത്തായിരുന്നാലും എവിടെ ആയിരുന്നാലും ഒരു പ്രയോജനപ്പെട്ട് അവര് മഹത്വം ശുശ്രൂഷ നിലനിൽക്കുവാൻ വേണ്ടി അവരെ പ്രത്യേകം ശ്രമിക്കണം. അതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. അടിയങ്ങളെ കുടുംബമായിട്ട് സ്നേഹത്തിലും അവിടുന്ന് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ജാൻസിന് പോകുന്ന സ്ഥാനത്ത് കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവനാമത്തെ ഈ സാഹചര്യത്തിൽ ജാൻസിന്റെ ഫെയർവെല്ലുള്ള സമയത്ത് ഒരു വാക്ക് പറയുവാൻ ദൈവം ഇടയാക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ജാൻസ് സഭയിൽ വന്ന സമയം മുതൽ ഞങ്ങൾ ബാച്ചിലറായിരുന്ന സമയം മുതൽ തന്നെ വളരെ സഹോദരങ്ങളെ പോലെ ഉള്ള ഒരു ബന്ധത്തിലായിരിക്കാൻ വളരെ എന്ന് പറഞ്ഞാൽ ഒരു ചേട്ടൻ അനിയൻ എന്ന പോലെ ഞാൻ ഒരിക്കലും അവനെ വേറൊരു രീതിയിൽ സഹകരിക്കുകയോ അങ്ങനെ എന്ത് വിഷമമുണ്ടെങ്കിലും ഞങ്ങൾക്ക് പരസ്പരം
സഹകരിക്കുവാനും ആത്മീയ കൂട്ടായ്മയിൽ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ ബാച്ചിലർ ആയിരുന്നപ്പോൾ ശനിയാഴ്ച ആകുമ്പോൾ എല്ലാവരും, ബിനോയ് ചാനെ, ഞാന്, ജാൻസ്, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ അവിടെ ചർച്ചിന് പുറകിലുള്ള ആ വീട്ടില് ഞങ്ങളെല്ലാവരും ശനിയാഴ്ച ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വരും. സഭയിൽ വന്ന് പാട്ടിന്റെ കാര്യങ്ങളെല്ലാം നോക്കും. അന്ന് പ്രവീണച്ചായനെ, ജോർജ് ചായനെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ബിനുച്ചായനെ എല്ലാവരും ഒരുമിച്ച് വന്ന് മൈക്കിന്റെ കാര്യങ്ങളും അതെല്ലാം വളരെ വളരെ ആത്മാർത്ഥതയോടെ അന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ വൈകിട്ട് കൂടി വരികയും കാര്യങ്ങൾ ചെയ്യുകയും അത് കഴിഞ്ഞ് ഒരു സഭയിലുള്ള ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പിന്നെ ആ റൂമിൽ പോവുകയും എന്താ പറയാ പാട്ടിന്റെ ആ പ്രസന്റേഷൻ കാര്യങ്ങളെല്ലാം എഴുതുകയും ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ ആ കാര്യങ്ങൾ ചെയ്യുകയും പിന്നെ ഞങ്ങളുടെ റൂമിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ അവിടെ ഒരു ബാഡ്മിന്റൺ ഉണ്ട്. ഞങ്ങളുടെ റൂമിൽ തന്നെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നെറ്റൊക്കെ കെട്ടി റൂമിനകത്ത് വളരെ എന്ന് പറഞ്ഞാൽ പാസ്റ്റർ സൺസ് വാസേഴ്സ് എന്താ പറയാ വിശ്വാസികളുടെ മക്കളും അങ്ങനെയുള്ള ഷട്ടിൽ ബാറ്റ് മത്സരങ്ങളും വളരെ ഞങ്ങൾക്ക് സന്തോഷിക്കുവാനും ഞങ്ങളുടെ ബാച്ചിലർ ലൈഫ് ഒരിക്കലും മറക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ദൈവം തന്നത്. സഭയിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. തുടർന്ന് ദൈവം തനിക്ക് കൊടുത്ത താലന്തുകൾ സഭയ്ക്ക് പ്രയോജനമാകുന്ന രീതിയിൽ തനിക്ക് ചെയ്യുവാൻ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യാനും ഗ്രേസി ആന്റി പറഞ്ഞ പോലെ ആ സമയങ്ങളിൽ ജാൻസിന്റെ പ്രസൻസ് വളരെ അനുഗ്രഹമായിരുന്നു. എന്താ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന ലീഡ് ചെയ്യുകയും ലോഗോസ് ഒക്കെ വരുമ്പോൾ അതിന്റെ എല്ലാ ഓൾ ഇൻ ഓൾ ആണ്. ഇപ്പോൾ പാടാൻ ആളില്ലെങ്കിൽ പാടും, ഓർഗൻ ആളിൽ കയറി ഓർഗൻ വായിക്കും, ഡ്രംസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉടനെ ആരെങ്കിലും ചിരി പിരിച്ചാനൊക്കെ മൈക്കിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ലേറ്റ് ആവുകയാണെങ്കിൽ ചാടി കയറി ഉടനെ ഡ്രംസിന്റെ കാര്യങ്ങൾ വായിക്കും. എല്ലാം വളരെ സഭയുടെ എല്ലാ മീറ്റിങ്ങുകളിലും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പോരായ്മകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ പ്രസൻസ് ചെയ്ത് മടിയൊന്നും കൂടാതെ ആ കാര്യങ്ങളൊക്കെയും ചെയ്ത് സഭയുടെ ഏറ്റവും വലിയ അനുഗ്രഹമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാൻ തന്നെ ദൈവം ബലപ്പെടുത്തി. അത് സഭയ്ക്ക് വളരെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിനും അത് സഭയുടെ വളർച്ചയ്ക്കും വളരെ അനുഗ്രഹമായിരുന്നു. താൻ ചെല്ലുന്ന ഇടങ്ങളിൽ ദൈവം കൊടുത്ത താലന്തുകൾ തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു താൻ പോകുന്ന ഇടങ്ങളിലും അത് ഒരു മടി കൂടാതെയും ആ ദേശത്ത് താനായിരിക്കുന്ന ചെല്ലുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് താൻ പ്രയോജനപ്പെടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. താൻ ചെല്ലുന്ന ഇടങ്ങളിൽ അവൻ പോകുന്ന കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവന് ഒരു ദിവസം മുന്നേ എന്ന് പറഞ്ഞാൽ 31-ാം തീയതി ആണ് അവൻ അപ്ലൈ ചെയ്തെങ്കിൽ 31-ാം തീയതി വരെയുള്ള എല്ലാ രജിസ്ട്രേഷനും അവർ ക്യാൻസൽ ചെയ്തു. എന്നാൽ ദൈവത്തിന്റെ പ്ലാനും പദ്ധതി ഉള്ളത് കൊണ്ടാണ് അവൻ അപ്ലൈ ചെയ്ത ഡേറ്റ് വരെയുള്ള എല്ലാ ആപ്ലിക്കേഷനും എടുക്കുവാനും അത് പ്രോസസ് ചെയ്യാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തത്. ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ വേലകളും നമ്മൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രയത്നങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രയത്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മീയമായ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ അല്ലാതെ ചെയ്യുന്ന നമ്മുടെ ഭാവിക്ക് വേണ്ടിയും നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പ്രയത്നങ്ങളൊന്നും ദൈവം ഒരിക്കലും നമ്മൾ വിശ്വസ്തയോടെ ദൈവസന്നിധി സേവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രയത്നങ്ങളും നമ്മുടെ അധ്വാനങ്ങളും ദൈവം ഒരിക്കലും വ്യർത്ഥമാക്കത്തില്ല എന്നുള്ള ഒരു എക്സാമ്പിളാണ് തനിക്ക് ഈ അവസരങ്ങൾ ദൈവം ഒരുക്കി കൊടുത്തത്. അത് നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു അനുഭവമാക്കിക്കൊണ്ട് നമ്മൾ ജാൻസ് പോയാൽ പോലും നമ്മൾ സഭയുടെ ആ കാര്യങ്ങൾക്ക് വേണ്ടി മുൻനിൽക്കുമ്പോൾ ദൈവം നമ്മുടെ അനുഭവം ആ കാര്യങ്ങൾക്ക് ദൈവം നമുക്ക് വേണ്ടി നിലനിൽക്കും. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം നമ്മളെ സഹായിക്കും. ഈ സമയത്തിൽ താൻ പോകുന്ന ഇടങ്ങളിൽ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ, പുതിയ നന്മകൾ അവസരങ്ങൾ ദൈവം ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഇത് നല്ല അവസരത്തിനായി ഞങ്ങളുടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സമയത്ത് ജാൻസിന്റെ ഫെയർവെല്ലിനോടനുബന്ധിച്ചാണ് 2 വാക്ക് പറയണമെന്ന് ഞാൻ വിചാരിച്ചേ. ഒരുപക്ഷെ നിങ്ങൾ പലരെക്കാട്ടും കൂടുതൽ പരിചയം എനിക്ക് ജാൻസിനെ ചെറുപ്പം മുതലേ ഉണ്ട്. ഞങ്ങളെല്ലാവരും തിരുവല്ല ഡിസ്ട്രിക്റ്റിനോട് ചേർന്ന് സഭയുടെ ഓരോ പ്രോഗ്രാംസിനും YP സൺഡേ സ്കൂൾ അങ്ങനെയുള്ള പല കോമ്പറ്റീഷൻസിലും ചേർന്ന് ഞങ്ങൾ പങ്കെടുത്തതാണ്. ജാൻസ് എന്റെ ഇളയ സഹോദരന്റെ കാറ്റഗറിയിലായിരുന്നു. ജാൻസിന് മൂത്ത സഹോദരൻ ഹാൻസ് ആയിരുന്നു. ഞങ്ങളൊക്കെ ആയിരുന്നു ഒരു ഗ്രൂപ്പ്. എപ്പോഴും ഒരു ഇളയ സഹോദരനെ പോലാണ് ഞാൻ ജാൻസിനെ കരുതിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ എപ്പോഴും സംബോധന വരെ ചെയ്യുന്നത്. കാരണം എന്റെ അനിയനെ എങ്ങനെ
വിളിക്കുമോ അതുപോലെയാണ് ഞാൻ ജാൻസിനെ സംബോധന ചെയ്യുന്നത്. അന്ന് മുതൽ ഞങ്ങളിവിടെ ഏകദേശം 5.5 വർഷം മുമ്പ് കോർമംഗല സഭയിൽ വരുമ്പോഴും ജാൻസും കുടുംബത്തെയും കാണുമ്പോൾ ഒരു വളരെ സന്തോഷമായിരുന്നു. കാരണം അറിയാവുന്ന കുറച്ച് പേരെല്ലാം ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷവും സമാധാനവും. ജാൻസിനെ പറ്റി പറയുവാണെങ്കിൽ വളരെ ടാലന്റഡ് ആയിട്ട് ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു സഹോദരനാണ്. വൈപ്പിയുടെ നമ്മുടെ ചർച്ചിന്റെ അഭിവൃദ്ധിക്കുള്ള കാര്യങ്ങളാണെങ്കിലും സ്റ്റേറ്റിന്റെ വൈപ്പിയുടെ ഡെവലപ്മെന്റും അതിന്റെ വളർച്ചയ്ക്കും വളരെ ശക്തമായി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സഹോദരനാണ്. പലപ്പോഴും വൈപ്പിയുടെ സ്റ്റേറ്റിന്റെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോൾ തലേദിവസമൊക്കെ വിളിക്കുമ്പം പറയും രാത്രി 12 മണിക്കൊക്കെ കൊത്തന്നൂരിലെ ക്യാമ്പിന്റെ കാര്യങ്ങളിലും പല കാര്യങ്ങളിലായിരിക്കും ചന്തപ്പുരയിൽ താമസിച്ചുകൊണ്ട് ഇത്രയും ദൂരം 35-40 കിലോമീറ്റർ ഒക്കെ ബൈക്ക് ഓടിച്ച് അല്ലെങ്കിൽ ചിലപ്പം മനുവിനെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഫാമിലി ആയിട്ട് അവരുടെ ആ കമ്മിറ്റ്മെന്റ് ഒക്കെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ദൈവം മാനിക്കാതെ വിടത്തില്ലല്ലോ. തീർച്ചയായും കോറമംഗല സഭയ്ക്ക് ഒരു നഷ്ടമാണ്. പക്ഷെങ്കിൽ എവിടെ പോയാലും ദൈവം മാനിക്കും. നമ്മുടെ സഭയെ മറക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. നമ്മുടെ ബിൽഡിങ്ങിന്റെ പണികളൊക്കെ തുടങ്ങിയപ്പോഴാണെങ്കിലും ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പല ഐഡിയകളും നമുക്ക് ഫിനാൻസുകൾ എങ്ങനെ റേസ് ചെയ്യാം എന്നുള്ള ഐഡിയകളൊക്കെ ജാൻസ് ആണ് മുന്നോട്ട് കൊണ്ടുവന്നതും. എനിക്ക് തോന്നുന്നു കൂപ്പൺ വൈസ് പലരെയും വിളിക്കുകയും പഴയ സഹോദരങ്ങളെ വിളിക്കുകയും ഏറ്റവും കൂടുതൽ പൈസ എനിക്ക് തോന്നുന്നു കൂപ്പൺ വൈസ് ഒരുപക്ഷെ വൺ ഓഫ് ദി ഹയസ്റ്റ് ആയിരിക്കാം കളക്ട് ചെയ്തതും ജാൻസ് ആണ്. പലരെയും ജാൻസ് അറിയാവുന്ന, കാരണം YP പ്രോഗ്രാമിനും സ്റ്റേറ്റ് പ്രോഗ്രാമിനും ഒക്കെ ഇങ്ങനെ പൈസ കളക്ട് ചെയ്യുന്നത് അതൊരു പരിചയമായതുകൊണ്ടായിരിക്കാം. ജാൻസിനകത്ത് വളരെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ആ ഒരു എക്സ്പീരിയൻസ് ജാൻസ് ബിൽഡിങ്ങിന്റെ കാര്യത്തിലും കാണിച്ചെന്ന് പറയണം. വളരെയേറെ സഹായിച്ചു. നമുക്ക് സാമ്പത്തികമായ ആവശ്യങ്ങളുള്ള സമയത്തൊക്കെ ജാൻസ് ആ കാര്യത്തിൽ മുന്നോട്ട് നിന്നു. എല്ലാ കാര്യത്തിലും ജോർജി പറഞ്ഞതോടും വളരെ ടാലന്റ് ആയിട്ട് എല്ലാ കാര്യത്തിലും. ഞാൻ ഒരു വർഷം വന്നപ്പോൾ ചോദിച്ചു, ജാൻസ് നീ കീബോർഡൊക്കെ വായിക്കാൻ എവിടുന്ന് പഠിച്ചു? അപ്പൊ പറഞ്ഞു, അച്ഛാ ഞാൻ പഠിച്ചതല്ല അച്ഛൻ, ഞാൻ എല്ലാം തന്നെ ഇവിടെ ചർച്ചിന്റെ എല്ലാ ദിവസം വരും, ചുമ്മാ ഇരുന്ന് കീബോർഡ് വായിക്കും, കീബോർഡ് ചുമ്മാ ഇരിക്കുന്ന കാണാം, ചുമ്മാ ഇരുന്ന് ഞാനും ട്രൈ ചെയ്തു, അങ്ങനെ അങ്ങ് പഠിച്ചു. വളരെ ഇൻട്രസ്റ്റ് ആണ്. ഡ്രംസ് എവിടെയെങ്കിലും ക്ലാസ്സിന് പോയോ ജാൻസ്? നീ ഇല്ല അച്ഛാ ഞാൻ എങ്ങും പോയില്ല, ഞാൻ ഇവിടെ ചർച്ചിന് ഡ്രംസ് ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ ചുമ്മാ ഇരുന്ന് പഠിക്കും. അതാണ് അതിനകത്ത് ജാൻസിന്റെ ഇൻട്രസ്റ്റും ഇൻവോൾവ്മെന്റും അങ്ങനെയാണ്. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ജാൻസിനോട് സംസാരിച്ചപ്പോഴും പറഞ്ഞു, അങ്ങോട്ട് പോകുന്നത് ഒരു പുതിയ തുടക്കമാണ്, 0 എന്നാണ് തുടങ്ങേണ്ടത്. പക്ഷെ ദൈവം അയക്കുന്നെങ്കിൽ ദൈവം അതിനൊരു സ്കെച്ച് ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും. അതിൽ വിശ്വസിക്കുക, ദൈവം ആ കാര്യങ്ങൾ ചെയ്യും. ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും ജാൻസും അനുവിനും കുഞ്ഞു കേരസിനും അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ഈ ഫെയർവെല്ലിന്റെ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം, ഫെയർവെൽ എപ്പോഴും എല്ലാവർക്കും ഒരു വേദനയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഓരോരോ ഓപ്പർച്യൂണിറ്റി, നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം ദൈവം എല്ലാവരുടെയും മനസ്സറിഞ്ഞ് ഓരോരോ സമയത്ത് ദൈവം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നു. ജാൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നു. കഴിഞ്ഞ 4 വർഷമായിട്ട് നല്ല ഒരു സ്നേഹബന്ധം ഡെവലപ്പ് ചെയ്യാൻ, വെരി ഫ്രീക്വന്റ് സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെങ്കിൽ പോലും നല്ലൊരു സ്നേഹബന്ധം ഡെവലപ്പ് ചെയ്യാൻ ദൈവം ഇടയാക്കി. ഈ ചെറിയ പ്രായത്തിൽ തന്നെ നല്ലൊരു ടാലന്റ്, എല്ലാ രീതിയിലും ഓൾറൗണ്ടർ എന്ന് പറയാം. നല്ലൊരു ഹി വാസ് വെരി മച്ച് ചർച്ചിന് വേണ്ടി ചെയ്യാനും ഏത് ആവശ്യത്തിനാണെങ്കിലും ഫാമിലിക്കും ഒക്കെ അപ്രോച്ച് ചെയ്യാൻ നല്ലൊരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ജാൻസും അനുവും കുഞ്ഞും യാത്ര ചെയ്ത് കാനഡയിലെ പോകുന്ന സമയത്തും അവിടെ എത്തിയാലും അവരുടെ ഓരോരോ ആവശ്യത്തിനും മേൽ ദൈവം പ്രവർത്തിക്കട്ടെ. എല്ലാ ആവശ്യത്തിനും മേലും തക്കതായ സമയത്ത് ദൈവം അവർക്ക് കരുതുന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ആ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ കുറിച്ചിരിക്കുന്നു. Praise Lord. I praise and thank God for this opportunity. Just want to speak a word in a minute's time. And about Janscha is that it's very sad to see that he's leaving us, because I still remember the first time I met him in 2014, 6-7 years back. That was the year I think he got married to Chechi, and the fact that every day, daily he had a bike, that might be an old bike as well. Ella dosum Chechi used to carry that guitar on the back, and Janscha used to drive the bike. So they come Madiwala every day faithfully. He used to come and lead the worship. And before I used to come also, I used to come for English worship. Janscha, Georgia,
All others were the ones, Hansen, they're all were the ones who were leading the English worship as well. And they and Jansa really gave a lot of advices for me as I joined church, how I should be, what I should do. എല്ലാത്തിനും ഭയങ്കര ഒരു നല്ലൊരു, he gave me a lot of advice throughout the years as well. And he helped me to go participate for YP, gave me a lot of chance opportunities, and I praise and thank God. And not only for me, but for all the youths in the church. I'm speaking on behalf of all the youths in the church. He spoke and he really helped us, and I really thank. And whatever Jansen did, I still remember whatever it is, every job that he did he was always faithful. How tired he was, whatever he had, he was always faithful in what he did. Nammalippam keyboard la sound onnu illengilum mic sound illengilum, she'll be saying, Shalom, it's okay, we did it, it's okay, kallivalli. So but it is so nice. It's a loss for me personally that he is going, but God has a plan. As Justin Chair said, God has a plan. So God bless you all, and God bless you, Jansa. Thank you so much for everything. God bless you. Thank you. Praise the Lord. Brother Jans, ബ്രദർ ജാൻസിനെ ഞങ്ങൾ ഈ ചർച്ച ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന ആകെ ഒരു കുടുംബമായിരുന്നു ഷീനയും ജസ്റ്റിനും. പിന്നെ അതേ സമയത്ത് അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് ജാൻസിനെ പരിചയപ്പെടുന്നത്. അപ്പോഴാണ് ജാൻസിനെ കൂടുതൽ അറിയാൻ ഒത്തത്. ഞങ്ങൾക്ക് അതിനു മുമ്പേ ജാൻസിനെ അറിയായിരുന്നു. ജാൻസ് സത്യഭാമയിലൊക്കെയാ പഠിച്ചത്, ചെന്നൈയില്. അതേ സമയത്ത് ഞങ്ങളുടെ നാട്ടിലെ ചർച്ചിലെ ഒത്തിരി പേർക്കും ജാൻസിനെ അറിയായിരുന്നു. പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞ സൗമ്യയുടെ കസിനും കൂടാണ് അനു. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഒത്തിരി വി ഹാഡ് സം ഗുഡ് ടൈം. ജാൻസ് പ്രത്യേകിച്ച് ജാൻസ് ഒത്തിരി ആത്മീയമായിട്ടും ഒത്തിരി കാര്യങ്ങള് ഞങ്ങൾക്ക് പറഞ്ഞു തരാനും, ഹി ഓൾവേസ് യൂസ് ടു ബി എ ഗുഡ് ഗൈഡ് ഫോർ us. ജസ്നജനും പറഞ്ഞുവിട്ട് he is very matured. I was so surprised to see Jans ഈ പ്രായത്തിൽ, that maturity was at the peak. I was so surprised for that. So Jans, wish you all the best wherever you go. God is with you. May God bless you and your family. Thank you. പ്രിയ ജാൻസ് ബ്രദറിന്റെ ഫെയർവെൽ മീറ്റിനോട് അനുബന്ധിച്ച് എനിക്കും ഇതിനൊക്കെ വരുവാൻ ദൈവം സഹായിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ ചർച്ചിൽ വന്നിട്ട് ഏകദേശം 5 വർഷത്തോളമായി. എന്നോട് വന്നിച്ച് കമ്മിറ്റിയിലും ഒക്കെ പ്രിയ ജാൻസ് ബ്രദറിനോട് ചേർന്നിരിക്കാനൊക്കെ എനിക്ക് സഹായിച്ചു. എന്നാൽ ഞാനൊരു പ്രിയ ജാൻസ് ബ്രദറിൽ കാണുന്ന ഒരു ക്വാളിറ്റി, പലപ്പോഴും ഞാൻ ഇടപെടുന്നുണ്ട്, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഒരു ദൈവദാസന്റെ മാതിരിയാണ് സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ. ഈ ഭൗതികരമായിട്ടുള്ള പുള്ളി ആ കാര്യത്തിനെ ചെയ്തതിനെക്കാട്ടില്ല പുള്ളി എനിക്ക് തോന്നുന്നു തുടർന്ന് അവിടെ പോയാലും ആത്മീയരമായ ദൈവം പുള്ളിനെ ഉപയോഗിക്കും. അവിടെ പോയിട്ട് ഒരു ചർച്ചിന്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങാൻ ദൈവം ഇടയാകട്ടെ എന്ന് പറയുന്നു, ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയ ജാൻസ് ബ്രദർ ദൈവസഭയോട് കാണിക്കുന്ന ആ കൂറും വൈപ്പിയുടെ രംഗത്താണെങ്കിലും എല്ലാവരെയും തമ്മിൽ ചേർക്കുവാനും സംസാരിക്കാനുള്ള ആ ഒരു ഓർഗനൈസിങ് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റിക്കൊക്കെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് അവിടെ ചെന്ന് ദൈവം ഒരു നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിയും ഒക്കെ തരട്ടെ, നല്ല കൂട്ടുകാരെ കിട്ടട്ടെ, അവരുടെ തുടർന്നുള്ള എല്ലാ ഭാവി ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങൾ കുടുംബമായി അവരെ ആശംസിക്കുന്നു. Praise God. I thank and praise God for this time that God has given us to say a few words at this point of time. As in 2013 we joined this church, and that time I really remember those days. Like wherever the meetings are there, we used to come to the church, and Jans was staying here in Madiwala itself, and even in a cottage meeting, Jans used to come and pick us, and wherever the meetings are, like it was a great union that wherever people go, in one accord we used to go, and whichever leadership he has taken, it was really a great inspiration to learn from him. As when the new English worship started, he has been a great motivation there as well. Like it was really a new thing, but really the energy which he had, it really motivated each one of us. And the way he used to do, I really thank God for that. And now it's time that God has arranged a new way for him in his life. We pray that wherever he goes, I do understand and believe that now wherever he's going a new place, God is really opening a new ministry or a new way, which really in a wider way. So we pray that God may help him
and strengthen him, and many more other people may be utilized in his ministry as well. Thank you so much, Jans, that when we have been here, you have been really like a brother and a great help and as a friend as well. We pray for you wherever you go. Thank you so much. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ 2.25 വർഷമായിട്ടുള്ളൂ ഈ ബാംഗ്ലൂർ കോറമംഗലം ചർച്ചിൽ വന്നിട്ട്. ഞാൻ വന്ന സമയത്ത് തന്നെ ഇവിടുത്തെ ആരാധനയുടെ കൂട്ടായ്മയിലെ ഈ സഹോദരൻ ജാൻസ് ആരാധനയിലെ ലീഡ് ചെയ്യുകയും സങ്കീർത്തനം വായിക്കുകയും അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളെ ദൈവത്തിന്റെ വിളമ്പി കൊടുക്കുകയും ചെയ്തു. ഞാൻ വളരെയധികം സന്തോഷിച്ചു. അതിലുപരിയായി ആ സഹോദരി മകളാണെങ്കിൽ എന്റെ തൊട്ടടുത്ത ലൈനിൽ തന്നെയായിരുന്നു എപ്പോഴും ഇരിക്കുകയും ഞങ്ങൾ എപ്പോഴും അങ്ങോട്ട് ആത്മീയ കാര്യങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളെ സംസാരിക്കുകയും പരസ്പരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ആത്മാർത്ഥത എന്റെ മക്കൾക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കൊറോണ തുടങ്ങുന്നതിന്റെ തലേ ദിവസത്തെ ആരാധനയിലും ഞങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു. കാനഡയ്ക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു, തടസ്സങ്ങളുണ്ട്, പ്രാർത്ഥിക്കണം. ആത്മാർത്ഥമായി അന്ന് മുതൽ ഇന്ന് വരെയും പ്രാർത്ഥിച്ചു. ഞാൻ പറയാണ്, സഭയ്ക്ക് ഒരു ശരിയായിരിക്കാം, ഒരു ആത്മീയനായ ഒരു പൈതൽ നിങ്ങളുടെ സഹോദരങ്ങൾ നഷ്ടമാകുമ്പോൾ അതൊരു നമുക്കൊരു നഷ്ടം പോലെ തോന്നിയാലും ദൈവസന്നിധിയില് അത് അനുഗ്രഹമാണ്. കാര്യം ഈ വചനം പറയുന്നത് പോലെ യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. ദൈവത്തിന് ഒരു മനുഷ്യനെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. നാം ദൈവസന്നിധിയിൽ എന്ത് ചെയ്താലും അതിനെല്ലാം ദൈവം നീതിയായി കണക്കിട്ട് നന്മ പകരുന്നുണ്ട്. അപ്പൊ ആ നന്മയോടെ എന്റെ മക്കളെ, അതായത് ഈ സമയത്ത് ഇങ്ങനെ ഒരു സന്ദർഭം ഒരുക്കി കൊടുത്തെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയാകുന്നു. എവിടെ കടന്നു പോയാലും അവിടെ ദൈവത്തിന് പ്രയോജനം വളരെ. ഇവിടെ എങ്ങനെ നിങ്ങൾ ആത്മീയമായി വർദ്ധിച്ചു വന്നോ അതേപോലെ തന്നെ അതിന്റെ ഇരട്ടിയായി വീണ്ടും ചെല്ലുന്ന ദേശത്തും ദൈവത്തിന്റെ മഹത്വം കൊടുക്കാനും മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുവാനും നിന്റെ കുഞ്ഞുങ്ങളെ നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനും അതിൽ സന്തോഷത്തോടെ പ്രാർത്ഥിക്കും. എനിക്ക് ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഭയായ എല്ലാവരുടെയും സഹകരണവും എനിക്ക് വളരെ ആശ്വാസമായിരുന്നു. പ്രത്യേകത്തിൽ ഈ കുടുംബത്തിന്റെ അനുഗ്രഹത്തിലും ഞാനും സന്തോഷിച്ച് പങ്കുചേരുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. I'd just like to say a few words. Brother Jans, whenever he spoke, like Auntie was saying, whenever he spoke spoke from the Word of God, and it was so encouraging. Always, you can see the Spirit of God that always spoke to us. Even today, from the Word of God, when he spoke encouraging words, even after church or whenever it is when we meet him, it's always those words of encouragement and that smile. So we thank you, Jan's brother, from us, our family, and we thank you for all your kindness, and we know that God has prepared this way for you, and He's going to bless you in every way. So we will continue keeping you in. Praise the Lord. I thank and praise God for giving me an opportunity to talk about Jans Chan. When I came here to Bangalore church in 2015, the first face which I saw was like after Biju Pastor was Jans Chan, and he was actually a very encouraging person to me. And if I want to talk about his family, then always me and Jesla, we always used to speak telling that if you want to be decent, then you should be like Jans Chan. So that was what we used to discuss at home. Actually, we used to keep him as an example in front of us in spirituality. Maybe it is an attitude, maybe it will be in his talks. He never used to cross any limits, or and always he used to be an encouraging person to us. And if I want to tell about Anu Chechi and Kairos, me and Anu Chechi, we never used to have a proper conversation, because I always used to tease her stating that you Kottayam guys are very rude and that this. But we always used to have a good bonding, and we were very close. And if I want to tell about Kairos, then I'm not comparing any kids, but in out of the decent kids in our church, she's like very, very decent, and like she is like very much disciplined and everything. Even at her home, when we used to visit, she used to be very disciplined and very, very nice in her talks. So yeah, it is like if the family, if the father and mother are very spiritual, then it will be reflected through kids. I believe that.
And I thank Janice Chan for all the motivation and all the support that you have given to us. Maybe it will be in choir part, or maybe it is in like church or any things. So I believe that God has opened a new way to you, and I believe as I always believe in one verse. I believe strongly. I believe all the verse in Bible, but the verse which I like a lot in Bible is Philippians 1 verse 6. It says, "He who has started the good work in your life will fulfill until the day of Jesus Christ." So yeah, I believe that God has started a good work in your life, and as Roshan Chan told, that you will be starting from zero, and God has already kept a plan or a sketch for you, and we believe that God has kept a good plans for you and your family. So God bless you. Please do remember us in your prayer, and also we all love you as a family. Thank you. ഞാൻ മുൻപ് പേര് പറഞ്ഞ പ്രിയപ്പെട്ടവർക്ക് കൂടെ പറയാം. ബ്രദർ ബിനോയ്, ബ്രദർ മനോജ്, സിസ്റ്റർ അനു. Praise the Lord. I thank God for this opportunity He has given me. Speaking about Jans, I go back to the days which, if I'm not wrong, minimum 12 years at least from since we have known. Going back to the old days, which we were, like how Georgie mentioned, the logos days, the efforts, the services that Jans had given. As far as I remember, when he came in, he used to play the drums. So I could see the passion in him, and slowly, if you look at it, like how others told, he picked up the keyboard, and I'm not sure if many of you guys know, he's written songs just as his dad used to do. God blessed him with that talent also. Many of us pointed out he is an all-rounder, to be frank, and additionally, like how others told, the prayer cells that were there. It started with the youth meetings in the church, and Jans was one of the person who led it. And during all those youth-related meetings, you could see the commitment, the sincerity he had. And we all enjoyed, as Georgie was mentioning, together as a group, as a fellowship, mostly during Saturday nights and continuing to Sundays. I think so. If we come by Saturday 5, mostly the next Sunday by night only we used to leave. He's put a lot of efforts. God bless him for all his efforts. And like how people told, 2-3 really good characteristics is his prayer life that he had. And I think he was ready to accept and do things, any of them at any point of time. Like how they told, if you have to sing, he'll sing. If he has to lead the worship, he would do that. He used to preach pretty well. So all these things God has given him, he's been using it pretty well. And you can see the commitment, the prayer life that he has. So God has planned something for his people. It might be something new there in Canada. He might need to maybe even start from scratch, but because he's going as per the will of God, things are already planned, is what I believe. I actually am happy for him, though as a church we might think that we are losing, but I feel God has a plan, and God will fill the gap if a gap is gone. So as a family, as a church, as a brother, I have given him quite a bit of advice. That most of the times we used to argue on certain bits. We have cross-checked on, see, is the song similar? Have we sang the song better? We could have done better. All of these discussions have happened between us from the days when we were bachelors, and it continued, if I'm not wrong, even now. So God bless him. Now as a family, both Anu, Jans, and also Kairos, God bless them. Wherever they go, God will use them, and I still recommend you to continue with the skills that God has given you on the songs you have written, on songs you are going to write again, and also
on the ministry and the services that you're doing right now in worshiping and leading the worships, even preaching. God, let God use you there, and He will use you there. So keep us all in your prayers and wish you all the best. God bless you in all your endeavors as a family. God bless you. Thank you. Praise the Lord. ദൈവനാമം ഉണ്ടാകട്ടെ. ജാൻസിനെ പറ്റി പറയുമ്പോൾ ഒത്തിരി പറയാനുള്ള ഒരാളായിരിക്കും ഞാൻ. എൻ്റെ 8 വർഷത്തിലധികമുള്ള കോറമ്പങ്കിലെ ദൈവസഭയുമായുള്ള ബന്ധത്തിൽ 6 വർഷത്തിലധികം ജാൻസിനോടൊപ്പം ശുശ്രൂഷയിൽ നിൽപ്പാൻ കർത്താവ് കൃപ തന്നു. ഒരുപക്ഷെ 6 വർഷത്തിലധികം തോളോട് തോൾ ചേർന്ന് ദൈവസഭയുടെ ശുശ്രൂഷയ്ക്ക് നിൽക്കുവാൻ ഞങ്ങൾക്കിടയിൽ മത്സരമില്ലായിരുന്നു. ഒരുപക്ഷെ ജാൻസിന് അറിയാം, ജാൻസ് ഞാൻ ഏത് പാതിരാത്രി വിളിച്ചാലും ഞാൻ പറയും, ജാൻസെ നാളെ ശനിയാഴ്ച 4 മണിയാകുമ്പം ചർച്ചിലെത്തണം. ഒരുപക്ഷെ 12 മണി 1 മണി വരെയൊക്കെ എന്നോടൊപ്പം ഒരുപക്ഷെ ജാൻസ് ശനിയാഴ്ചകളിലുണ്ടാവും. അവൻ ടയർഡാണെന്ന് പറഞ്ഞാൽ ഞാൻ വിടില്ല. പക്ഷെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം ഇതേ ഉള്ളൂ, ഞായറാഴ്ച ആരാധന ശക്തമായിരിക്കണം. ഒരുപക്ഷെ കോർമംഗല ദൈവസഭയ്ക്ക് ആ കാലയളവിൽ ഒരുപക്ഷെ വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമായിരുന്നു ദൈവസഭയുടെ ആരാധന. അത് വളരെ സക്സസ്ഫുള്ളായി ദൈവം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ജാൻസ് പോകുന്നതിൽ. കാരണം ഓരോ വ്യക്തികളും കോർമംഗല ദൈവസഭയിൽ നിന്ന് പോകുമ്പോൾ ജാൻസ് ചോദിക്കും, മനോജ് എന്നാ നമ്മൾ പോവാ, നമ്മളെല്ലാവരും യാത്ര ചെയ്ത് വിടുകയാണല്ലോ. പക്ഷെ ആ സമയത്തൊക്കെ ജാൻസിന്റെ ക്യൂബക്കിന്റെ പ്രോസസ്സിങ് ഇടയ്ക്കിൽ നിന്ന സമയം കൂടെ ഞാനപ്പോൾ പറയാറുണ്ട്, ജാൻസ് ഒരു പക്ഷേ നീ ഇവിടെ തന്നെ ശുശ്രൂഷ ചെയ്യാനായിരിക്കും. എന്നാൽ നമുക്കൊന്നും അറിയാൻ വയ്യാത്ത ഒരു ചരിത്രമുണ്ട് ജാൻസിന്റെ പിന്നിൽ. എനിക്ക് എൻ്റെ പിതാവിന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ജാൻസിന്റെ ജ്യേഷ്ഠനുമായിട്ടൊക്കെ പ്രവർത്തിക്കാൻ ഇടവന്നപ്പോൾ മനസ്സിലായത്, കുവൈറ്റിലായിരിക്കുന്ന സമയത്തും തൻ്റെ ഉള്ള സമ്പാദ്യവും ആരോഗ്യവും ഒക്കെ കുവൈറ്റിലുള്ള ദൈവസഭയ്ക്കും ഒക്കെ കൊടുത്ത ഒരു കർത്താവിന്റെ നിത്യതയിൽ വിശ്രമിക്കുന്ന ഒരു പിതാവിന്റെ മകനാണ് ജാൻസ്. എൻ്റെ പിതാവൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തനിക്കുള്ള ആരോഗ്യവും സമ്പത്തും മൊത്തം കൊടുത്ത് ആ ദൈവസഭകൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു ദൈവത്തിന്റെ ദാസന്റെ മകനാണ്. ഇന്ന് അദ്ദേഹം കർത്താവിന്റെ നിത്യസന്നിധിയിൽ വിശ്രമിക്കുന്നു. ദൈവം ആർക്കും കടക്കാരനല്ല. ജോർജ് പറഞ്ഞതുപോലെ ഒരു 1-ാം തീയതി വരെയുള്ള ഡേറ്റിലുള്ള എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് 31 അവിടെ വെച്ചത് ദൈവം അതൊക്കെ കണക്കിടുന്നൊരു ദൈവം. അവൻ ആർക്കും കടക്കാരനല്ല. ജാൻസെ ഞാൻ എല്ലാം ഓർക്കുന്നു. ഒത്തിരി വിഷമമുള്ളത് പഴയ മുഖങ്ങളൊക്കെ നമ്മളെ വിട്ടു മുമ്പോട്ട് പോകുമ്പം എവിടെയൊക്കെയോ നമ്മളിവിടെ നിൽക്കുന്നു, ഇനി എന്ന് കാണുമെന്നൊന്നും അറിയില്ല. എല്ലാ നല്ല ആത്മീയ അനുഭവങ്ങൾക്ക് നന്ദി. അതുപോലെ ശനിയാഴ്ചകളിലൊക്കെ നമ്മുടെ ഗ്രേസ് മാമ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് രാജേഷ് സിയൂർ, ബിജു ഫിലിപ്പാസ് ഉള്ള കാലയളവിൽ ശരിക്കും ശനിയാഴ്ച വൈകുന്നേരം എന്ന് പറയുന്നത് ഞങ്ങളൊരു 6:30 ആരാധന തുടങ്ങി. ആ സമയത്താണ് ജാൻസ് ലിബിനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്ന സമയമാണ്. അപ്പം ആ സമയം എന്ന് പറഞ്ഞാൽ 6:30 മുതൽ 9:30 വരെ ഞങ്ങൾ ആദ്യം ഇരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. പിന്നെ ഓരോ മൂലയിലേക്ക് മാറുകയാണ് ചർച്ചിന്റെ. ആ മൂലയിൽ ഇരുന്നുള്ള ഞങ്ങൾ ജാഗരിക്കുകയായിരുന്നു ആ സമയത്തൊക്കെ. വളരെ ശക്തമേറിയ ഒരു വലിയ പ്രാർത്ഥനയുടെ ഒരു പിൻബലം ആ കാലയളവിൽ യുവജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുവാൻ ജാൻസിന്റെ പ്രവർത്തനങ്ങൾ വളരെയധികം ഇടയാക്കി. അതൊക്കെ ഇന്നും ഞാൻ വളരെ പുതുമയോടെ ഓർക്കുന്നു. ദൈവസഭയ്ക്ക് ഇന്ന് ദൈവസഭ കോർമംഗല ദൈവസഭ എന്തെങ്കിലും ആയെങ്കിൽ അന്നുള്ള ആ പ്രവർത്തനങ്ങളൊക്കെയാണ്. ഒരുപക്ഷെ എൻ്റെ സഭയുടെ വർഷിപ്പിന്റെ കാര്യങ്ങളിലുള്ള ഒരു മെയിൻ പില്ലറായിരുന്നു ജാൻസ്. കാരണം എനിക്ക് ജാൻസ് കീബോർഡിന് ഇല്ലെങ്കിൽ ഉടനെ ഞാൻ പിന്നെ വിളിയാണ്. ഷാലോവിനെ വിളി, ഇല്ല ജോഷിനെ വിളി, പലരെയും വിളിക്കും. കാരണം ജാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഹാഫ് പാർട്ട് അവിടെ കംപ്ലീറ്റ് ആയി. ബിനിച്ചായനെ ഓർക്കുന്നു ഈ സമയം. കാരണം ആ ബിനിച്ചായനും ജാൻസും ഞാനും ആയിരുന്നു ആ സമയങ്ങളിലുള്ള. പിന്നെ പുതിയ ആളുകൾ വന്നപ്പം നമുക്ക് പുതിയ ആളുകൾ വന്നപ്പോഴും ആ ആളുകൾ പലപ്പോഴും അവൈലബിൾ അല്ലാത്തപ്പോഴും ഞാൻ ജാൻസിനെയാണ് വിളിക്കുക. ജാൻസ് എപ്പോഴും പറയാ ആരും ഇല്ലെങ്കിൽ പറഞ്ഞേക്കണം, അന്നേരം കയറും. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ പോലെ ഓൾറൗണ്ടറാ. പാസ്റ്റർ ഇല്ലയോ പ്രസംഗിക്കും, ഞാനില്ലയോ അവിടെ പാട്ടിനുണ്ടായിരിക്കും, കീബോർഡിന് ആരും ഇല്ലയോ കീബോർഡ് വായിച്ചിരിക്കും, ഡ്രംസ് വായിക്കാൻ ആരും ഇല്ല അവിടെ ഉണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ സഭയിൽ ഇത്രത്തോളം ഓൾറൗണ്ട് രീതിയിൽ ചെയ്ത ഒരു വ്യക്തി എന്റെ പെന്തക്കോസ്ത് ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. എല്ലാം തന്മയത്വത്തോടെ ചെയ്യുന്ന എനിക്ക് എന്റെ ആത്മീയ ശുശ്രൂഷകളിലൊക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നു. ഒരു പക്ഷെ
എനിക്കൊരു ശ്വാസതടസ്സത്തിന്റെ ബുദ്ധിമുട്ടുള്ളത് അറിയാവുന്നതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ പാടി ഒന്ന് എന്റെ ശ്വാസം ഒന്ന് തളർന്നു പോകുന്ന സമയത്ത് എന്റെ സഹോദരൻ അടുത്ത സ്റ്റാൻസ പാടാൻ ഉണ്ടാകും. ആരാധനയിലേക്ക് സഭ മൂവ് ചെയ്യുന്ന സമയത്ത് ജാൻസ് ഒരു സൈഡിൽ നിന്നുകൊണ്ട് ആരാധനയിലേക്ക് പോകുന്ന കാണുമ്പോൾ പിന്നെ ഞാൻ പറയാമല്ലോ, ഞാൻ എപ്പോഴാണ് പറയട്ടെ, എനിക്ക് പിന്നെ വെള്ളം കുടിക്കാൻ കുറെ സമയം കിട്ടും. കാരണം പിന്നെ ആരാധന ജാൻസ് ഇങ്ങനെ കൊണ്ടുപോകായിരിക്കും. വളരെ മനോഹരമായ ഒരു അനുഭവങ്ങളാണ് ആ സമയത്ത് കോർമംഗല സഭയിൽ ഉണ്ടായിരുന്നത്. ജാൻസ് അതെല്ലാം ഞാൻ നന്ദിയോട് ഓർക്കുന്നു. ജിബിൻ പോയി, റോണി പോയി, നീ പോയി, അങ്ങനെ പലരും കോർമംഗല സഭയിൽ നിന്ന് പോകുന്നു എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ. അപ്പം ദൈവം ഒരിക്കൽ നമ്മളെ എവിടെയെങ്കിലും വെച്ചൊക്കെ കാണാൻ ദൈവം സഹായിക്കട്ടെ. ദൈവം നിന്നെ മാനിക്കും, എനിക്കതറിയാം. എനിക്കറിയാം കാനഡയിലും നിന്നെ കാത്ത ഒരു കൂട്ടം ദൈവജനം ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ തന്നെ ഒരു സഭയുടെ പാസ്റ്റർ പകുതിയായിട്ടാണ് നീ പോകുന്നതെന്ന് എനിക്കറിയാം. അവിടെ ചെന്നിട്ട് ആദ്യത്തെ ഞായറാഴ്ച തന്നെ നിനക്ക് അവിടുത്തെ സഭകളിൽ ശുശ്രൂഷിപ്പാൻ ദൈവം ഇടയാക്കട്ടെ, ദൈവം മാനിക്കട്ടെ. മറ്റു പലരും പറഞ്ഞതുപോലെ ഇവിടം വിട്ടു പോയാലും കോർമംഗല സഭയെ നീ മറക്കില്ല എന്ന് എനിക്കറിയാം. നീ തീർച്ചയായും കോർമംഗല സഭയെ എല്ലാ രീതിയിലും സഹായിക്കും. നിന്റെ സഹായം കോർമംഗല സഭയ്ക്കും ആവശ്യമാണ്. ഞങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. നിന്റെ കുടുംബത്തെയും അനുവിനെയും കുഞ്ഞിനെയും മമ്മിയെയും അതുപോലെ അനുവിന്റെ പിതാവിനെയും മാതാവിനെയും സഹോദരെല്ലാം ഹാൻസിനെ എല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കോർമംഗല ദൈവസഭയുടെ കമ്മിറ്റിയിൽ നിന്നുള്ള എല്ലാ ആശംസകളും അതുപോലെ വ്യക്തിപരമായ എന്റെ ജീവിതത്തിലുള്ള എന്റെ കുടുംബത്തിൽ നിന്നുള്ള എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുന്നു. വളരെ താങ്ക്ഫുൾ ആണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളുടെ ഫെയർവെല്ലിനോടനുബന്ധിച്ച ഈ പകൽക്കാലമായിരിക്കാൻ ദൈവം സഹായിച്ച ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പ്രിയ അനുവും ജാൻസും ഞങ്ങൾ കണ്ട കാലം മുതൽ തന്നെ ഞങ്ങളുമായ ഒരു ആത്മീയ സ്നേഹത്തിലും ആത്മീയ കൂട്ടായ്മയിലും ഒരേപോലെ ആയിരിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവം പ്രിയപ്പെട്ടവരുമായി ദൈവം നൽകി തന്ന നല്ല കൂട്ടായ്മയ്ക്ക് സ്നേഹത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ CJ കോർമംഗലയ്ക്ക് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവർ കടന്നു പോകുന്നത് ഒരു നഷ്ടമാണ്. എങ്കിലും ദൈവം അവർക്കായി ഒരുക്കിയ വലിയ ദൈവിക വഴികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ചെല്ലുന്ന ഇടങ്ങളിലൊക്കെയും എപ്രകാരം കോർമംഗല സഭയുടെ പുത്രികാ സംഘടനകൾക്ക് പ്രത്യേകിച്ചും അനുഗ്രഹമായിരുന്നു. അതെപ്രകാരമായിരുന്നു. അതിലുപരിയായിട്ട് ചെല്ലുന്ന ഇടത്തും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും ദൈവം മഹത്വത്തിനായിട്ട് ജീവിപ്പാനും ദൈവം അവരെ സഹായിക്കട്ടെ. അവരുടെ യാത്രകളിലും തുടർന്നുള്ള അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ ദൈവിക സാന്നിധ്യം കൂടിയിരിക്കട്ടെ. ദൈവസഭ പ്രത്യേകിച്ച് എന്റെ വ്യക്തിപരമായ നാമത്തിലും നിങ്ങളുടെ കുടുംബത്തിന്റെയും അതുപോലെ LMന്റെ നാമത്തിലുമുള്ള എല്ലാവിധ ആശംസകളും പ്രിയ സഹോദരങ്ങൾക്ക് ഞാൻ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല വാക്കുകൾ ആശംസകളായി പറഞ്ഞ പ്രിയപ്പെട്ടവരോട് പ്രത്യേകാലുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവിധ ഡിപ്പാർട്ട്മെന്റുള്ള പ്രിയപ്പെട്ടവർക്ക് തുടർന്ന് ആശംസകൾ പറയാനുള്ള സമയങ്ങൾ ഞാൻ വേർതിരിക്കുകയാണ്. വേഗത്തിൽ സമയങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കണം. അതിനുശേഷം പ്രിയ അനു സിസ്റ്റർ, പ്രിയ ജാൻസ് ബ്രദർക്ക് മറുപടി സന്ദേശങ്ങൾ പറയാനുള്ള അവസരങ്ങളും വേർതിരിക്കേണ്ടതായിട്ടുണ്ട്. പ്രാരംഭമായി പ്രേഴ്സൽ ഡിപ്പാർട്ട്മെന്റിനെ വായിച്ചുകൊണ്ട് ബ്രദർ മാനുവൽ, LMനെ ഡിപ്പാർട്ട്മെന്റിനെ വായിച്ചുകൊണ്ട് സിസ്റ്റർ മിനി അലക്സ്, ചാരിറ്റി ഡിപ്പാർട്ട്മെന്റിനെ വായിച്ചുകൊണ്ട് പാസ്റ്റർ ജോയൽ, സൺഡേ സ്കൂളിനെ പ്രതിനിധിച്ചുകൊണ്ട് പ്രിയ സാബുജാൻ, YP പ്രതിനിധിച്ച് ബ്രദർ സാം, കമ്മിറ്റിയെയും പ്രതിനിധിച്ചുകൊണ്ട് ചർച്ച് സെക്രട്ടറി ബ്രദർ ബിനു അലക്സും അവസാനമായി പറഞ്ഞതായിരിക്കും. പ്രാരംഭമായിട്ട് ബ്രദർ മാനുവൽ, യു കൻ സ്റ്റാർട്ട്. നാമത്തിന് ഉണ്ടാകട്ടെ. പ്രിയ ജാൻസിന്റെ സെന്റ് ഓഫിനോടനുബന്ധിച്ച് എനിക്കും വാക്ക് സംസാരിക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹം യഹോവ നിവർത്തിച്ചു തരും. പ്രിയ സഹോദരങ്ങള്, ഞാൻ 7 വർഷം മുൻപാണ് പ്രിയ സഹോദരങ്ങൾ ഇങ്ങനെ ഇതിന്റെ യാത്രകളെ കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും അതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേൾക്കുവാനിടയായി തീർന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് എത്ര വലിയവനാണെന്ന് പ്രിയ സഹോദരങ്ങളുടെ ഇന്നത്തെ ഈ സ്ഥിതി ഓർത്തുകൊണ്ട് ഞാൻ അതിശയം തോന്നുകയാണ്. കാരണം ഇന്നത്തെ ഈ ദുർഘടം നിറഞ്ഞ ഈ സാഹചര്യത്തില് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ യാത്രകൾ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ്. എങ്ങോട്ടോ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തോട്ട് പോലും കടന്നു പോകാൻ കഴിയാത്ത ഈ സാഹചര്യത്തില് ഇന്നവർ മൈലുകൾ താണ്ടി
തങ്ങൾ ആഗ്രഹിച്ച ആ ദേശത്തേക്ക് കടന്നു പോകുവാൻ ഒരുങ്ങുകയാണ്. കർത്താവിന്റെ ഈ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് തന്നെ അതൊരു വലിയൊരു അനുഭവമാണ്. അത് അവരുടെ ജീവിതത്തിൽ ഇന്ന് ലഭിച്ചിരിക്കുന്ന ഈ നന്മ അത് നമുക്ക് തന്നെ ഒരു ഊർജം പകരുന്നതാണ്. ദൈവം വാഗ്ദത്തത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നത് താമസിക്കുകയില്ല. പ്രിയപ്പെട്ടവർ അവർ ഒത്തിരി അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ഇടയ്ക്ക് വെച്ച് എപ്പോഴും അവരുടെ വാക്കുകളിൽ നിന്ന് പോലും ഇത് നടക്കുമോ എന്ന് ചിന്തിച്ച അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുവാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ ഞാൻ ചിന്തിക്കുകയാണ്, ഇന്ന് ഒരു സാധ്യത പോലും കൽപ്പിക്കുവാൻ ഒരു സാഹചര്യം പോലും ഇല്ലാത്ത ഈ സമയത്ത് തന്നെ ദൈവത്തിന്റെ ഈ പ്രവൃത്തി ഇത് കണ്ട് അത് ആനന്ദിപ്പാൻ സത്യത്തിൽ പറഞ്ഞാൽ ഒരു തെല്ലിട വിഷമം പോലും എനിക്കില്ല. കാരണം നമ്മൾ എല്ലാവരും അറിയുന്നത് പോലെ ജാങ്സ് നമ്മുടെ സഭയ്ക്ക് എത്ര പ്രിയപ്പെട്ടവനാണ് എന്ന് എല്ലാവരുടെയും വാക്കുകളിൽ നിന്നും വളരെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ വളരെ 100% സന്തോഷമാണ്. കാരണം ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന ഈ പ്രവൃത്തികൾ കാണുമ്പോൾ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിവരാത്ത വിധം ഞാൻ ഈ സമയം ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാവരും സഹോദരങ്ങളെ പറ്റി പറയുന്ന ഒരു വാക്ക് പോലും നമുക്ക് പറഞ്ഞാൽ അത് വീണ്ടും അത് ആവർത്തനമായി പോകും. എന്താ പറയാ, പകരം വെക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. എന്നാൽ പലർക്കും പകരക്കാരനായി തീരുന്ന അവസ്ഥകൾ നമ്മൾ ഇന്നുപോലും എല്ലാവരും പറയുന്നുണ്ട്. ഇന്നും നമ്മൾക്കത് കാണുവാൻ താൻ പോകുന്ന സമയത്ത് പോലും ആ വലിയൊരു ശുശ്രൂഷ ചെയ്തിട്ട് നമ്മുടെ മുൻപിൽ അത് കാണിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ സഭയിൽ മാത്രമല്ല, നമ്മുടെ എൻറ്റയർ സ്റ്റേറ്റിൽ പോലും തൻ്റെ ആ സഹോദരന്റെ ആ പ്രവർത്തനങ്ങൾ അത് നമുക്ക് പോലും ഒരു അഭിമാനമായിരുന്നു. കൊറമംഗള ചർച്ചിനെ സ്റ്റേറ്റില് ഒരു നല്ലൊരു മേൽവിലാസം നൽകി കൊടുക്കുവാൻ ജാൻസിന്റെ പ്രയത്നം അത് വളരെ പ്രശംസനീയമായിട്ട് ഞാൻ ഈ സമയം ഓർക്കുകയാണ്. യൂത്തിന്റെ കാര്യങ്ങളിൽ യൂത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് ജാൻസ് എന്നല്ല, ജാൻസ് ചായ എന്ന് വിളിക്കുന്ന ആ രീതിയിലുള്ള തന്റെ സമീപനങ്ങളും വലിപ്പ ചെറുപ്പമില്ലാതെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഈ സമയം ജാൻസിനെ ഞാൻ ആദ്യമായിട്ട് ഇടപെടുമ്പോ ഞാൻ ജാൻസ് ചായ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് എപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് എന്നേക്കാൾ 2 വയസ്സിന് ഇളയതാണ് ജാൻസ് എന്ന്. അതുപോലെ നമ്മുടെ പാസ്റ്റർ ജാൻസ്, ഇങ്ങനെ വളരെ വിരളമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ. പ്രായത്തെക്കാൾ കവിയുന്ന പക്വതയോടുകൂടി അത് ആ പക്വത കൂടുതലും കാണുന്നത് അവർ ആത്മീകമായിട്ട് ഒത്തിരി ദൈവത്തിന് വേണ്ടി നിലകൊള്ളുമ്പോഴാണ് ആ പക്വത നമുക്ക് ഒത്തിരി വെളിവാകുവാൻ കാണപ്പെടുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ സഭയ്ക്ക് അവർ എന്താ പറയാ, നികത്തുവാൻ കഴിയാത്ത അല്ലെ ഇറീപ്ലേസബിൾ ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് സഭയ്ക്ക്. അങ്ങനെയുള്ളവർ സഭകൾക്ക് വളരെ മുതൽക്കൂട്ടാണ്. സഹോദരൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും നന്ദിയോടെ ഓർക്കുകയാണ്. യൂത്ത് ഞങ്ങള് ഏരിയ മീറ്റിങ്ങുകളൊക്കെ നടത്തിയിരുന്ന ആ വിധങ്ങള് അതൊക്കെയും വളരെ സന്തോഷം നിറഞ്ഞ ആ നാളുകളായിരുന്നു. അതൊക്കെയും സന്തോഷത്തോടെ ഓർക്കുകയാണ്. അനുവിനെ കുറിച്ചും ഒരു വാക്ക് പറയുകയാണ്. വളരെ എപ്പോഴും വളരെ സ്നേഹത്തോടെ കാണുമ്പോൾ വളരെ ചിരിയോടുകൂടി ചെറിയ തമാശകളോടുകൂടി സംസാരിക്കുകയും ചെയ്യുന്ന പ്രിയ സഹോദരി ഈ സമയം ഓർക്കുകയാണ്. എൻ്റെ മാതാവിന് സഭയില് നമ്മുടെ കൊറമംഗള ചർച്ചിൽ വല്ലപ്പോഴും വരുമ്പോ ചിലരെ അറിയാം, എന്നാലും വളരെ ക്ലോസ് ആയിട്ടുള്ള 2-3 വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് പ്രിയ അനുവും. ഈ സമയം എൻ്റെ അമ്മയും പ്രിയ സഹോദരിയോടുള്ള എല്ലാ അന്വേഷണങ്ങളും പറയുവാൻ അറിയിച്ചിട്ടുണ്ട്. അത് ഈ സമയം അറിയിക്കുകയാണ്. ആ കുടുംബത്തെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കടന്നു പോകുന്ന ഇടങ്ങളില് ദൈവം ഇനിയും വളരെ ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. തൻ്റെ പ്രിയ സഹോദരന്റെ പൊട്ടൻഷ്യൽ അത് ഇനിയും ഒത്തിരി ഉപയോഗിക്കുവാൻ അവസരങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും എല്ലാവിധ ആശംസകളും എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും പ്രയോജനത്തിന്റെയും പേരിൽ ഞാൻ അറിയിക്കുന്നു. എൻ്റെ വാക്കുകളെ ഞാൻ സിസ്റ്റർ മിനി അലക്സ് എല്ലാം
ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാ വിശ്വാസികൾക്കും എൻ്റെ ദൈവനാമത്തിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ ജാൻസ്, അനു, എനിക്ക് വ്യക്തിപരമായി അവരുമായിട്ട് വളരെ അടുപ്പം ഒന്നുമില്ല. കുറച്ച് നാളത്തെ പരിചയം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ ദൈവമക്കളാകുന്ന ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങളിൽ കൂടി അവരെത്രമാത്രം നമ്മുടെ സഭയ്ക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. കുഞ്ഞുങ്ങൾ ദൈവസഭയോട് ചേർന്ന നാൾ തൊട്ട് ഇന്നുവരെയും അവർ ദൈവസഭയ്ക്ക് വേണ്ടി സമർപ്പണത്തോടും ആത്മാർത്ഥതയോടും കൂടി ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കുമായിട്ട് ദൈവനാമത്തിൽ അവരുടെ ഭൗതികത്തിൽ നിന്നും അവരെ സഹായിച്ചിട്ടുണ്ട്. അവരുടെ വിലപ്പെട്ട സമയങ്ങൾ അവര് അസമയത്തിലും സമയത്തും ഒക്കെ ചെലവഴിച്ചിട്ടുണ്ട്. ഇതെല്ലാത്തിനുമായി എല്ലാമിന്റെ നാമത്തിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിലും അവരോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ദൈവവചന പ്രകാരം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓരോ പദ്ധതികളും ഒക്കെ ഉണ്ട്. എന്നാൽ അന്തിമ തീരുമാനം ക്രിസ്തുവിൻ്റെത് മാത്രമാണ്. അവരുടെ നല്ല മനസാക്ഷിക്കും ഒത്തവണ്ണം ദൈവം അവർക്ക് നല്ലൊരു ജീവിതത്തിലൊരു വഴിത്തിരിവിൽ നല്ലൊരു പാത തുറന്നു കാട്ടിയിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി ദൈവം നൽകുന്നതാണ്. കുഞ്ഞുങ്ങളിവിടെ ആയിരുന്നപ്പോൾ അവരുടെ സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും പിന്നെ അവരുടെ നല്ല പ്രാർത്ഥനകളൊക്കെ അവർക്കിവിടെ ഉണ്ടായിരുന്ന ദൈവമക്കളോടൊപ്പം ദൈവത്തെ ഒന്നിച്ച് ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ സാധിച്ചു. പല കാര്യങ്ങളും അവർ ഷെയർ ചെയ്തു. എന്നാൽ ഇപ്പോൾ പോകുന്ന സ്ഥലത്തും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് കൂടെ ഇരിക്കട്ടെ. അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും, നല്ല കൂട്ടായ്മ, ആത്മാർത്ഥമായ സ്നേഹബന്ധങ്ങൾ, കുഞ്ഞിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, പാർപ്പിടം, മറ്റെല്ലാ ഭൗതിക നന്മകളും നൽകി ദൈവം അവരെ ആദരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കുമായി അവരോടുള്ള നന്ദിയെ അറിയിക്കുന്നു. ഒരു വ്യക്തി ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ നമ്മൾക്ക് അവരുടെ വിലകൾ വളരെയധികം മനസ്സിലാകത്തില്ല, നമ്മളത് ശ്രദ്ധിക്കത്തില്ല പലരും. പക്ഷെ പോകുന്ന സമയമാണ് ആ നഷ്ടം മറ്റൊരാൾക്ക് നികത്താൻ പറ്റാത്ത വിധം ആയി മാറുന്നത്. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവരുടെ യാത്രയിലും ദൈവത്തിന്റെ അനുഗ്രഹം കൂടെ ഇരിക്കട്ടെ. അവരുടെ ആപത്തും കൂടെ അത് ചെന്നെത്തുവാൻ ദൈവം അവർക്ക് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെയും ഈ സമയം ഓർക്കുന്നു. നിങ്ങൾ കോരമംഗല സഭ വിട്ട് കടന്നു പോയാലും ഇവിടെയുള്ള വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഭയെ മറക്കാതിരിക്കുക, സഭയുടെ മക്കളെ മറക്കാതിരിക്കുക. അപ്രകാരം നിങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാവരുടെ നാമത്തിൽ എന്റെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ജോയൽ, അതിനുശേഷം പ്രിയ സാബിജ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തിരിഞ്ഞ സമയത്ത് കർത്താവിനെ ഒരുമിച്ച് സ്തുതിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. പ്രത്യേകമായി ജാൻസ്റ്റേഴ്സിന്റെ യാത്രയപ്പും കുടുംബത്തിന്റെ യാത്രയപ്പിനോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് ഇടയാക്കിയ സ്വാഗതം. പ്രത്യേകമായി ചാരിറ്റി ഔട്ട്റീച്ചിന്റെ കാര്യമായാലും അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു രീതിയിലാണെങ്കിലും അദ്ദേഹം വളരെയധികം ഒരു മെച്ചുവേർഡ് പേഴ്സൺ ആണ്. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഈസ് എ മെച്ചുവേർഡ് പേഴ്സൺ ഇൻ എവറി ആക്ടിവിറ്റീസ്. ഏതൊരു ഡിസിഷൻ എടുക്കണമെങ്കിലും അത് ആത്മാർത്ഥതയോടും വളരെ മെച്യൂരിറ്റിയോടും പ്രാർത്ഥനയോടും ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ദൈവം ഒരുക്കി കൊടുത്തിരിക്കുന്ന നല്ല വഴികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായി ചാരിറ്റിയുടെ കാര്യങ്ങളില്, ഔട്ട്റീച്ചിന്റെ കാര്യങ്ങളില് ഞങ്ങളോടൊപ്പം ഞങ്ങൾ ഓർക്കുന്നു. ഒരുമിച്ച് ട്രാക്ട് കൊടുക്കാൻ പോയത്, ഒരുമിച്ച് ഞങ്ങൾക്ക് പലയിടങ്ങളിൽ പോയി പ്രാർത്ഥിക്കുവാനിടയായത്, മിനിസ്ട്രി പരമായ കാര്യങ്ങൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റിയത് ഒക്കെയും ഈ സമയത്ത് ഓർക്കുന്നു. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. തനിക്ക് കർത്താവിന്റെ പേരിൽ ഒത്തിരി അധികം ആത്മാർത്ഥതയുണ്ടെന്നും ആഗ്രഹമുണ്ടെന്നും എന്റെ ഹൃദയത്തിൽ എനിക്ക് പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അറിഞ്ഞാണ് ദൈവം തനിക്ക് വേണ്ടി ഒരു വഴി ഒരുക്കി കൊടുത്തിരിക്കുന്നത്. നെറ്റ്വർക്കിന്റെ ഏതോ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നു. അടുത്തതായിട്ട് സൺഡേ സ്കൂളിനെ പ്രതിനിധിച്ച് പ്രിയ സാബിജൻ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഡാൻസ് അതുപോലെ അവർ നമ്മളെ വിട്ട് കടന്നു പോകുന്നത് നമ്മളെ സംബന്ധിച്ച് പ്രയാസമുള്ള ഒരു കാര്യമാണെങ്കിലും
കാലാകാലങ്ങളിലായി ദൈവം അയക്കുന്ന സ്ഥാനങ്ങളിൽ കടന്നുപോയി അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ദൈവനിയോഗവും ദൈവഹിതവുമായി ദൈവത്തിന് ഞാൻ ഉൾപ്പെടുത്തുന്നു. പ്രത്യേക ജാൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ജാൻസ് ദൈവസഭയിൽ വന്ന കാലം മുതൽ ഞങ്ങൾക്ക് തമ്മിൽ പരിചയവും നല്ല അടുപ്പവും ഒരു സാഹോദര്യ ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും ജാൻസ് പോലെ ഇരിക്കുമെങ്കിൽ എന്നെ ഏറ്റവും അധികമായി സന്തോഷിപ്പിച്ചത് എനിക്ക് ദൈവിക ശുശ്രൂഷയോടുള്ള ആ സാധ്യതയെ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അത് ഒരു അഭിനന്ദനീയമായ രീതിയിലുള്ള സമീപനമാണ്. എപ്പോൾ പറഞ്ഞാലും ജാൻസ് ഏത് കാര്യം റെഡിയാണ്. ഏത് കാര്യം പറഞ്ഞാലും ഒരു മടിയും കൂടാതെ ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് പ്രിയപ്പെട്ടവനെ ദൈവമായിട്ടുണ്ട് നമ്മുടെ ദൈവസഭയും. അതുപോലെ കർണാടക സ്റ്റേറ്റിന്റെ ദൈവസഭയിലെ പല സ്ഥാനങ്ങളിലേക്കുള്ള ബന്ധത്തിലൊക്കെ എനിക്ക് അലങ്കരിക്കുവാൻ ദൈവം ഒരിക്കലോ ആ സ്ഥാനങ്ങളിലൊക്കെ വിശ്വസ്തയോടെ പെരുമാറുവാൻ ദൈവമാക്കി ഇനിയും കടന്നു പോകുന്ന ഇടങ്ങളിലും ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷകളൊക്കെ ഏറ്റവും അധികമായി ഭംഗിയായി ചെയ്തുവാൻ മാരുതി നഗറിൽ നിന്ന് ഇലക്ട്രോണിക് സിറ്റിക്ക് പോകുന്നതിന് മുൻപുള്ള സമയങ്ങളിലൊക്കെ സൺഡേ സ്കൂളില് കുഞ്ഞുങ്ങളെ ദൈവവചനം നന്നായിട്ട് പഠിപ്പിക്കുവാനൊക്കെയുള്ള പ്രാപ്തി കഴിവുമൊക്കെ ഉള്ള സഹോദരിയാണ്. അവരുടെ സേവനമൊക്കെ ദൈവസഭയ്ക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു. പ്രിയ ബൈബിള് അതിലൊക്കെ ദൈവസഭയ്ക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവരുടെ സേവനങ്ങളൊക്കെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ അവരെ ഇടയാക്കിയതോ ഇനിയും കടന്നു പോകുന്ന ഇടങ്ങളിൽ കർത്താവ് ശക്തമായി ഈ ദേശത്ത് ഈ ദൈവസഭയൊക്കെ പ്രകാരം പെരുമാറിയ പ്രകാരം അതിലുപരിയായി കടന്നിരുന്ന ഇടങ്ങളിൽ ദൈവം അവരെ ഉപയോഗിക്കട്ടെ. ആത്മീയമായി ഭൗതികമായി പ്രിയപ്പെട്ടവരെ കർത്താവ് നൽകട്ടെ. എത്ര ഭൗതിക നന്മകൾ ജീവിതത്തിൽ പ്രാപിച്ചാലും അതിന് ഒരു പടി മുന്നിൽ ദൈവിക കടന്നു പോകുന്ന യാത്രകളില് ഒക്കെ ദൈവത്തിന്റെ ഒരു സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. ഇനിയും കടന്നു ചെല്ലുന്ന മറ്റൊരു രാജ്യത്താണ് അവർ കടന്നു പാർക്കുന്നത്. ആ ദേശത്ത് ആ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ഒരു സമാധാനമായി ഒരാശ്വാസമായി അവിടെയുള്ള ദൈവസഭയ്ക്ക് ഒക്കെ ഒരാശ്വാസമായും അനുഗ്രഹമായും പ്രിയപ്പെട്ടവരെ ദൈവമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആശംസിക്കുന്നു. അതുപോലെ എന്റെയും കുടുംബത്തിന്റെയും പേരിലും അതുപോലെ ദൈവസഭയുടെ സൺഡേ സ്കൂളിന്റെ പേരിലുമുള്ള ആശംസയെ അറിയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വൈപ്പിയെ പ്രതിനിധിച്ച് സാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സമയം പെട്ടെന്ന് മുമ്പോട്ട് പോയിരിക്കുന്നു. I thank and praise God for giving this wonderful opportunity that God has given. When I want to speak about Brother Jans, it has been a great pleasure meeting you. It's been 3.5 years we have been in this church. From the day we met Brother Jans, Sister Anu, it has been a great pleasure. Whenever I had a chance to speak with Brother Jans, it has always been a very mature conversation. Different ideas, new ideas, even if it's related to YP or anything else, it has been wonderful. So it is definitely a big loss for Koramangala Church in regards to as a church member or a committee member or a YP state secretary. It is a big loss, but at the same time we are really happy for you because God has made a marvelous way for you for the next step. You have been greatly used now in this country. I would say it's time for you to move out and to shine for the God and make way for to reach the word of the God to different people. I won't take much of the time. I just want to thank you and your family for everything that you have done. Even when as me, my family, we are very thankful. God will bless you wherever you are going. On behalf of YP Koramangala, we thank you for everything that you have done for us. Thank you very much. Church Secretary, Committee പ്രതിനിധിച്ചു Brother Binu Alex. ഉണ്ടായിരിക്കട്ടെ. ഈ എന്റെ സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. നമുക്ക് ഇത്രയും സമയം വളരെ നല്ല വാക്കുകൾ നമ്മുടെ സഭയെ പ്രതിനിധീകരിച്ച് പലരും നല്ല സ്നേഹവാചനങ്ങൾ പറയുവാൻ തക്കോണം ദൈവം ഇടയാക്കിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വിചാരിച്ച പാസ്റ്റർ എനിക്ക് ആദ്യ സമയം തരുമെന്ന്.
കാരണം ഞാൻ പറയാനുള്ള കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തെങ്കിലും സംഗതികൾ എല്ലാവർക്കും ജാൻസിനെ പറ്റി പറയുമ്പോൾ 100 നാവാണ്. കാരണം എനിക്ക് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അല്ലാതെയും. ഞാനൊരു കാര്യം ഓർക്കുന്നു. കുറെ നാളുകൾക്ക് മുമ്പ് നമ്മുടെ സഭയിൽ ഒരു സഹോദരൻ കടന്നു വന്നു. എനിക്ക് തോന്നുന്ന കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോ ആ സമയത്ത് ഞാൻ അധികം സമയം എടുക്കത്തില്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കും. ആ സമയത്ത് നമ്മുടെ സഭയിൽ അധികം, ഇപ്പോൾ ഉള്ളതിന്റെ ഒരു 75% ആൾക്കാർ നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവരെല്ലാം പുതിയ ആൾക്കാർ കൂടുതലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അന്ന് ഞാൻ ഏറ്റവും പുറയിലായിരിക്കുമല്ലോ, നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പുറയിൽ നിൽക്കുമ്പോൾ ഒരാളെ ഞാൻ ശ്രദ്ധിച്ചു. അതായത് അന്നുണ്ടായിരുന്ന ഒരു ലെവല് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു തല മാത്രം സഭയില് ചർച്ചിൽ ഇങ്ങനെ ഉയർന്നു കാണുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതും മെലിഞ്ഞൊരു വളരെ സ്കെലിറ്റായിട്ടൊരു ഒരാള് ഉയർന്നു കാണുന്നു. അപ്പൊ ഞാനിങ്ങനെ പുറകിൽ നിന്ന് നോക്കിയപ്പോൾ ഒരാൾ പുതുതായിട്ട് ആരോപണം, കാരണം യുവാക്കളൊക്കെ ആ സമയത്ത് ഒരുപാട് പേര് കടന്നു വരുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അതിനുശേഷം അന്ന് നമ്മുടെ ജോർജ് മാമിനോ മറ്റായിരുന്നു സെക്രട്ടറി എന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എല്ലാവരും നമ്മൾ പുതിയതായിട്ട് ആര് ചർച്ച വന്നാലും അല്ലെങ്കിൽ നമ്മളെല്ലാവരും സഭ പിരിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കൈ കൊടുത്ത് സഹോദരിമാരെ തമ്മിലും എല്ലാവരും പുതിയ ആൾക്കാരെ പരിചയപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് ചെന്നു. ആ വ്യക്തി അന്ന് വളരെ സൗമ്യമായിട്ട്, അതായത് ഒരു ചെറുപ്പക്കാരനായിരുന്നു, പക്ഷെ വളരെ അദ്ദേഹത്തിന്റെ വിനയവും നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ആ ഒരു ഇതൊന്നും കാണാതെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടു. ആ വ്യക്തിയാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ അഭിമാനിക്കുന്ന കോരമംഗല സഭയുടെ അഭിമാനം എന്ന് ഞാൻ കരുതുന്ന പ്രിയ ജാൻസ്. അന്ന് ജാൻസ് വളരെ ചെറുപ്പമായിരുന്നു. ഏകദേശം 11 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 2009 മെയ് മാസത്തിലാണ് ജാൻസ് നമ്മുടെ സഭയിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നത്. അന്ന് പരിചയപ്പെട്ട അന്ന് മുതൽ, അതായത് അന്ന് ജാൻസ് വന്ന് വളരെ സാധാരണ ചെറുപ്പക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കാഴ്ചക്കാരനായിട്ട് നിൽക്കുന്നതാണ് സാധാരണ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ജാൻസ് അന്ന് ആദ്യം വന്നപ്പോൾ മുതൽ തന്നെ നമ്മുടെ ഒരു സഭയിലെ എങ്ങനെ സഭയിൽ ഇഴുകിച്ചേർന്ന് ആത്മീയാരാധനയിൽ എങ്ങനെ പങ്കെടുക്കുന്നോ അതുപോലെ വളരെ ആത്മീയ ആവേശത്തോടെ ദൈവസേനയിൽ ഭയഭക്തിയോടുകൂടി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ എനിക്ക് അന്ന് പരിചയപ്പെടുവാൻ ഇടയാക്കി. അന്ന് മുതൽ ജാൻസ് എൻ്റെ ഒരു അനുജനായിട്ട് ഞാൻ കാണുന്നു. പല കാര്യങ്ങളിലും ജാൻസുമായിട്ട് വളരെ അടുത്ത് സംസാരിപ്പാനും ഒക്കെയും ഇടയായിട്ടുണ്ട്. ആ സമയത്താണ് നമുക്ക് ഇവിടെ ലോഗോസ് എന്ന് പറയുന്ന ഒരു യുവജന വൈപ്പിയുടെ നേതൃത്വത്തിൽ നമ്മുടെ സഭയിൽ ഒരു ലോഗോസ് എന്നുള്ളൊരു പ്രോഗ്രാം നമ്മൾ തുടങ്ങി. അതിന് മുമ്പ് ജാൻസ് വരുന്നതിന് മുമ്പ് തുടങ്ങിയിരുന്നു. പക്ഷെ എനിക്കൊന്ന് അടുത്ത വർഷമാണ് അത് തുടങ്ങിയ അടുത്ത വർഷമാണ് ജാൻസ് അവിടെ നമ്മുടെ ചർച്ചിൽ കടന്നു വരാൻ ഇടയായി തീർന്നത്. ആ സമയത്ത് യുവജനങ്ങളെ എല്ലാവരെയും ഞാൻ പറഞ്ഞല്ലോ, ആദ്യം മുതൽ ഒരു പുതിയ വ്യക്തിക്ക് സഭയിൽ കടന്നു വന്ന പോലെ അല്ല ജാൻസ് അന്ന് പോലെ സഭയിൽ ഇടപെട്ടുകൊണ്ടിരുന്നത്. അന്ന് മുതൽ യുവാക്കളെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുവാനും എല്ലാവരെയും പരിചയപ്പെടുവാനും എല്ലാവരുടെയും കാര്യങ്ങൾ ഒരുപോലെ തിരക്കുവാനും അതുപോലെ യുവജന പ്രസ്ഥാനത്തിലുള്ള വൈപ്പിയിലുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മാർത്ഥമായി സഹകരിക്കാനും അതിന്റെ പ്രോഗ്രാമുകളൊക്കെയും വളരെ ഭംഗിയായി നിറവേറ്റുവാനൊക്കെയും ജാൻസ് മുൻകൈ എടുക്കുകയും ജാൻസിന്റെ കഴിവ് അവിടെ പ്രദർശിപ്പിക്കുവാൻ നോക്കണം ഇടയായി തീർന്നത്. ഞാൻ ഓർക്കുന്നു വൈപ്പിയുടെ ഒരു നമ്മുടെ ഈ ഞാൻ പറഞ്ഞ ലോഗോസിന്റെ മീറ്റിങ്ങിന് തീം സോങ് എഴുതി നമ്മൾ അവതരിപ്പിച്ചത് ജാൻസ് ചർച്ചിൽ വന്ന ആ സമയത്താണ്. അദ്ദേഹം സ്വന്തമായി വരികൾ എഴുതി അത് അന്നുണ്ടായിരുന്ന സഹോദരങ്ങളെ ട്യൂൺ ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ആ തീം സോങ് അവതരിപ്പിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഒരു കവിത അല്ല, ഒരു പാട്ടെഴുതുന്ന ഒരു കലാകാരൻ കൂടിയാണ് ജാൻസ്. അതിനുശേഷം ഇവിടെ പലരും പറഞ്ഞു ഡ്രംസ് വായിക്കുന്ന കാര്യത്തിലായാലും കീബോർഡ്, ജാൻസിന് ഇവിടെ വരുമ്പം കീബോർഡ് അറിയത്തില്ല. ഞാൻ ചോദിച്ചു ജാൻസ് നേരത്തെ പഠിച്ചാണ്, കാരണം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേർക്കെല്ലാം കീബോർഡ് ബേസിക് ആയിട്ട് സ്കൂളിൽ നിന്ന് പഠിക്കുന്ന പോലെ എല്ലാം പഠിക്കുക. പക്ഷെ ജാൻസ് വന്നു കഴിഞ്ഞാൽ അന്ന് കീബോർഡ് വായിക്കാനൊക്കെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നിരുന്നാലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട്, അതായത് ആരും ഇല്ലെങ്കിൽ ഇവിടെ പലരും പറഞ്ഞു ഓൾറൗണ്ടർ, ആ വാക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്. ആ വാക്ക് പലരും പറഞ്ഞു. ഏത് കാര്യത്തിന് എവിടെ കീബോർഡ് തന്നെത്താനെ പഠിച്ച് നമ്മുടെ ചർച്ചിലെ കീബോർഡ് വീട്ടിലെടുത്തുകൊണ്ട് പോയി മെനക്കെട്ടിരുന്ന ശനിയാഴ്ച ദിവസങ്ങളിൽ മെനക്കെട്ടിരുന്ന പാടുന്ന പാട്ടുകൾ ഏതാണെന്ന് നോക്കി അതിനുള്ള കോഡ്സ് കാര്യങ്ങളെല്ലാം തന്നെത്താനെ യൂട്യൂബിലും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി അദ്ദേഹം
പ്രാക്ടീസ് ചെയ്ത് ഞായറാഴ്ച വന്ന് അത് അദ്ദേഹം ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ ഡ്രംസ് വായിക്കാൻ ആളില്ലയോ, അദ്ദേഹം റെഡിയാണ്. ഉടനെ തന്നെ അതിന്റെ കാര്യത്തിന്. പിന്നെ ഏറ്റവും ഇതായിട്ട് പറയാനുണ്ടെങ്കിൽ നമ്മുടെ സഭയിൽ പാസ്റ്റർ ഇല്ല എന്ന് വരികിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അങ്ങനെ ഒരു ഘട്ടത്തിൽ പാസ്റ്റർക്ക് തുല്യമായി നിർത്താൻ ജാൻസിനെ കഴിഞ്ഞ് ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല. വളരെ ആത്മീയ നിറവിൽ ശുശ്രൂഷ ചെയ്യുന്ന ജാൻസിനെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ ജാൻസ് പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ആത്മീയ അന്തരീക്ഷം സഭയിൽ ഉണ്ടാകുന്നത് കാണുവാൻ എനിക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. അനുഭവിച്ചറിയാൻ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിയാൻ നോക്കുമ്പോൾ ഇടയായിട്ടുണ്ട്. അന്യഭാഷയിലുള്ള ആരാധനയിൽ അന്നേരം കീബോർഡിന്റെ താളം തെറ്റുകയോ പാട്ടിന്റെ താളം തെറ്റുന്നില്ല, അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ട് ജാൻസ് വളരെ ആക്റ്റീവായിട്ട് ചെയ്യുന്ന ഒക്കെയും കാണുവാൻ നോക്കണം ഇടയായി തീർന്നു. പല കാര്യങ്ങളും പറയുമ്പോഴും എനിക്ക് ജാൻസ് ഇവിടെ തുടർന്ന് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ദൈവം എല്ലാവർക്കും ഒരു നന്മയ്ക്ക് ഓരോ അവസരങ്ങൾ ഒരുക്കി തരുമ്പോൾ നമുക്കതിന് തടസ്സം നിൽക്കാൻ സാധിക്കത്തില്ല. ജാൻസ് പോകുന്നത് നമ്മുടെ സഭയ്ക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ്. അതുപോലെ തന്നെ പ്രെയർ കോർഡിനേഷൻ പറഞ്ഞല്ലോ, വൈകുന്നേരം നമ്മുടെ ചർച്ചിലുള്ള കീബോർഡ് എല്ലാ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം യുവജനങ്ങളെ എല്ലാവരെയും ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് ഫോൺ ചെയ്ത് വരുത്തി അന്നുണ്ടായിരുന്ന യുവജനങ്ങൾ, ഞാൻ ഇന്നുള്ള യുവജനങ്ങളെ കുറ്റം പറയല്ല, അന്നുണ്ടായിരുന്ന യുവജനങ്ങൾ എല്ലാവരും നമ്മുടെ പഴയ ഹാളിൽ കൂടിയിരുന്ന് വട്ടത്തിരുന്ന് ജാൻസ് അതിന് നേതൃത്വം കൊടുത്ത് വളരെ വചനത്തിൽ നിന്ന് ഷെയർ ചെയ്യുന്നതൊക്കെ ഞാൻ പലപ്പോഴും ഇടയ്ക്ക് ഞാനവിടെ ഈ പറയുന്ന ഞായറാഴ്ചയ്ക്ക് തൊട്ട് മുമ്പുള്ള ശനിയാഴ്ച അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചെന്നിട്ട് ഞാനിഞ്ഞു പോരും. പക്ഷേ എന്നിരുന്നാൽ തന്നെ ജാൻസ് അവിടെ ഇരുന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വചനത്തിൽ കൂടി പറഞ്ഞു കൊടുക്കുകയും ആത്മീയ എല്ലാ വിഷയങ്ങളും, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി ജോലി, മറ്റു കാര്യങ്ങൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ ഒത്തിരി പേരുണ്ടായിരുന്നു. അവർ വട്ടത്തിലിരുന്ന് വചനം ഷെയർ ചെയ്യുകയും ആ കൂട്ടത്തിലുള്ളവരെ തന്നെ ഉത്തേജിപ്പിച്ച് അവരെ കൊണ്ട് വചനം ഷെയർ ചെയ്യിക്കുന്നതൊക്കെ എനിക്ക് കാണുവാൻ പോകണം ഇടയായി തീർന്നു. അതുപോലെ വൈപ്പിയുടെ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കാൻ കുറെ നാള് ജാൻസിന് സഹായിച്ചു. നമ്മുടെ യൂത്ത് മീറ്റിംഗ് ഒക്കെ ലീഡ് ചെയ്യുവാനും എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തി നിൽക്കാൻ കൊണ്ടും ജാൻസിനെ കൊണ്ട് സാധിച്ചു. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലിലും ഇപ്പോൾ നിലവിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ വൈപി സെക്രട്ടറിയാണ് അദ്ദേഹം. അങ്ങനെ കോരമംഗല സഭയുടെ ഒരു അഭിമാന പാത്രമായി ഈ നമ്മുടെ കർണാടക സ്റ്റേറ്റിൽ, അതായത് ജാൻസിനെ കൊണ്ട് നമുക്ക് അഭിമാനിക്കാൻ വളരെ ഇടയായി തീർന്നിട്ടുണ്ട്. കോരമംഗല സഭയ്ക്ക് ഒരു അഭിമാനമാണ് ജാൻസ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ചർച്ചിലുള്ള അന്നത്തെ ചെറുപ്പക്കാരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ആരും നമ്മുടെ ഈ ന്യൂജൻ സ്റ്റൈലൊന്നും അല്ല. അന്ന് ജാൻസും ആ ടീമുകളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്ക് ഒരു സ്റ്റേജിൽ നമ്മുടെ കർണാടക സ്റ്റേറ്റിലെ എന്തെങ്കിലും പ്രോഗ്രാമിനായാലും ഡിസ്ട്രിക്റ്റിന്റെ പ്രോഗ്രാമിനായാലും സമ്മാനം മേടിക്കാതെ ജാൻസിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരത്തില്ല. കാരണം സ്റ്റേജിൽ അവർ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു അഭിമാനമാണ്. അതുപോലെ വളരെ അഭിമാനിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജാൻസ് സഭയിൽ ചെയ്യുവാൻ നോക്കണം ഇടയായി തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, എളിമയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പഴയൊരു വണ്ടി ഉണ്ടായിരുന്നു കൊണ്ട്, ടാറ്റാ സഫാരി. ഞങ്ങൾ നാട്ടിലേക്ക് ഒരു ട്രിപ്പ് ഏതോ കാര്യത്തിൽ ഞാൻ ഓർക്കുന്നില്ല, എന്തിനാ പോയെന്ന് ഓർക്കുന്നില്ല. ട്രിപ്പ് പോയപ്പം ആ വണ്ടിക്കകത്ത് എത്രയും മാക്സിമം ആൾക്കാരെ കയറ്റാവോ ലഗേജ് എല്ലാം കയറ്റി നമ്മൾ നാട്ടിലേക്ക് പോവാണ്. ഏകദേശം 650 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് യാത്ര ചെയ്യാൻ. ആ സമയത്ത് ഈ ഞാൻ മുമ്പേ പറഞ്ഞ ഈ 6.5 അടി നീളമുള്ള ഈ ഇദ്ദേഹം സഫാരിയുടെ ഏറ്റവും പുറകില്, ബാക്കിയുള്ളവരെല്ലാം സീറ്റ് കൈയടക്കിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ കാരണം പുള്ളിക്ക് സീറ്റ് ഇരിക്കണമെങ്കിൽ ഏറ്റവും ഫ്രണ്ടിലെ സീറ്റിൽ വേണം ഇരിക്കാൻ. കാരണം അതുപോലെ നീളമാണ്, ഒരിടത്തും കൊള്ളത്തില്ല ഇദ്ദേഹത്തിന്റെ കാല്. അപ്പോ ഈ ജാൻസ് ഏറ്റവും പുറകിലത്തെ സീറ്റില്, പുറത്തെ സീറ്റിലല്ല, ഡിക്കി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു ബേബി സീറ്റ് ഉണ്ട്, അതിന്റെ പുറകിൽ ആ ലഗേജിന്റെ മുകളിൽ ഓടിച്ചു മടങ്ങി ചുരുങ്ങി ഈ 650 കിലോമീറ്റർ യാത്ര ചെയ്ത് കേരളം വരെ വന്നൊരു വ്യക്തിയാണ് ഞാൻ. അന്നിട്ട് ഞാൻ പറയാൻ കാരണം, എനിക്ക് അവിടെ ഇരിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എനിക്ക് ഇവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ മുമ്പിൽ വന്നിരിക്കാൻ ഇടയ്ക്ക് അങ്ങനെയുള്ള മനോഭാവമല്ല. ഏത് സാഹചര്യത്തോട് ഇണങ്ങി ആ ഒടിഞ്ഞു ചുരുങ്ങി ആ വളഞ്ഞു ചുരുണ്ട് ആ പുറയിലിരുന്ന് അത്രയും ദൂരം യാത്ര ചെയ്ത സാമിനെ ജാൻസിനെ ഞാൻ ഇന്ന് ഓർക്കുന്നു. അതുപോലെ അനുവിന്റെ കാര്യത്തില് ഞാൻ പലപ്പോഴും ഞാൻ അധികം സഹോദരിമാരോടൊന്നും കൂടുതൽ ഞാനൊന്നും ഇവിടെ അധികം സംസാരിച്ചിട്ട്, എന്നാലും അനുവിന്റെ കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കളിയാക്കിയിട്ടുള്ള വ്യക്തി അനുവാണ്. എപ്പോഴും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് തമാശ പറഞ്ഞ് അനുവിനെ ഞാൻ കളിയാക്കിയിട്ടുണ്ട്. അതൊക്കെ വളരെ പോസിറ്റീവായി എടുത്ത് അതിലൊന്നും ഒരു എന്താ പറയുന്ന ദേഷ്യമോ മറ്റു കാര്യമോ ഒന്നുമില്ലാതെ വളരെ പോസിറ്റീവായിട്ട് ഞാൻ അങ്ങോട്ട് പറയും, അനു ഇങ്ങോട്ട് എന്തെങ്കിലും അതിനുള്ള കൗണ്ടർ അറ്റാക്ക് പോലെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യും. അത് വളരെ അനുവും ഇവിടെ
നമ്മുടെ ചർച്ചിൽ വളരെ പാട്ട് ലീഡ് ചെയ്യുന്നതിന് മറ്റു കാര്യങ്ങൾക്ക് സഹോദരിമാരുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങളും എല്ലാം വളരെ അനുവിന്റെ പ്രവർത്തനങ്ങളും നമുക്ക് വിസ്മരിക്കാൻ പറ്റത്തില്ല. വളരെ ആത്മാർത്ഥമായി സഹകരിക്കുകയും എല്ലാവിധ കൂട്ടായ്മകളും കൈത്താങ്ങലുകളും എല്ലാം ചെയ്തു. അതുപോലെ അവരുടെ രണ്ടുപേരുടെയും മാതാപിതാക്കൾ, ജാൻസിന്റെ പിതാവ് ഇവിടെ ജാൻസ് വന്നതിന് ശേഷമാണ് പെട്ടെന്ന് മരണപ്പെട്ടത്. അനുവിന്റെ പിതാവ്, നമ്മുടെ ചർച്ചിലെ പിതാവും മാതാവും വളരെ ചില സമയങ്ങളിൽ നമ്മുടെ സഭയിൽ കടന്നു വന്നിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ദൂതുകൾ അദ്ദേഹത്തിൽ കൂടെ കേൾപ്പാനും അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ കേൾപ്പാൻ അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇനിയും അവരെ ഞാൻ പറയുന്നത് ഇടയ്ക്ക് ജാൻസ് പറയണം അവരോട് ഇടയ്ക്ക് ബാംഗ്ലൂർ വന്ന് സന്ദർശിക്കാനും സഭയിൽ വരാനും ഒക്കെയും അവസരങ്ങൾ ജാൻസ് ഒരുക്കി കൊടുക്കണം. അതിനും ഉള്ള സമയങ്ങൾ ദൈവം ഒരുക്കി തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അവരുടെ ശുശ്രൂഷയ്ക്കും ഞങ്ങൾക്ക് കോരമംഗല സഭയ്ക്കും ഒരിക്കലും മറക്കാനാവുന്നതല്ല. അവരുടെ ശുശ്രൂഷയ്ക്കും വളരെ അനുഗ്രഹമായിരുന്നു. ജാൻസിന്റെ മാതാവും വളരെ നാൾ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. മാതാവിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ കോരമംഗല സഭയോട് കാണിച്ച എല്ലാ ഭൗതിക ആത്മീയ എല്ലാ കൂട്ടായ്മയ്ക്കും കോരമംഗല സഭയുടെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ, കുറെ നാള് കമ്മിറ്റി മെമ്പറായിട്ടാണ് ജാൻസ് ഇരുന്നത്. ജാൻസ് കമ്മിറ്റിയിൽ ഒരു വാക്ക് തുറക്കത്തില്ല, അവസാന നിമിഷം വരെയും മിണ്ടാതിരിക്കും. പക്ഷേ ജാൻസ് അവസാനം പറയുന്ന വാക്കിന് ഒരു വിലയുണ്ട്. വളരെ അളന്ന് തൂക്കി പറയുന്ന ഒരു അഭിപ്രായങ്ങൾ മാത്രമേ ജാൻസ് പറയാറുള്ളൂ. ആ പറയുന്ന കാര്യങ്ങൾക്ക് വിലയുണ്ട്. റോഷൻ ഇവിടെ ഓർപ്പിച്ചതുപോലെ ഈ ഫണ്ട് നമ്മുടെ ചർച്ചിന്റെ പണിയുടെ സമയത്ത് ഫണ്ട് എവിടെ നിന്നുണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ എവിടുന്നോ പൊട്ടിമുളച്ച പോലെ പെട്ടെന്നുള്ള ഒരു ആശയമാണ് നമ്മുടെ കൂപ്പന്റെ കാര്യം പറഞ്ഞത്. നമ്മളാരും ചിന്തിച്ചില്ല, നമ്മളൊക്കെ അവിടുന്ന് കടം മേടിക്കാം, ഇവിടുന്ന് കടം മേടിക്കാം, ടൈത്ത് എല്ലാവരോടും ഇടാൻ പറയാം, എല്ലാവരോടും നമുക്ക് ലോൺ എടുക്കാം, ഇതൊക്കെ പറഞ്ഞു. പക്ഷെ ജാൻസിന്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ഈ കൂപ്പൺ ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പല വാദപ്രതിവാദങ്ങളും കമ്മിറ്റിയിലൊക്കെ പല കാര്യങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യങ്ങൾ അങ്ങോട്ടും ഒക്കെ സംസാരിക്കും. പക്ഷേ ജാൻസ് ഇതിനെല്ലാം കേട്ടും ഉണ്ടായിരിക്കും. അവസാനം പറയുന്നത് സാബു പറഞ്ഞതുപോലെ ഒരു ദൈവദാസൻ സംസാരിക്കുന്ന രീതിയിൽ ലാസ്റ്റ് അവസാനം ഒരു വാക്ക് അത് പറയുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ സെക്രട്ടറി എന്നുള്ള എനിക്ക് പാസ്റ്റർക്ക് എല്ലാവർക്കും വളരെ ആശ്വാസമായിരുന്നു. ഒരു ജാൻസിനെ നമ്മൾ കാണുന്നത് ഒരു സാധാരണ ഒരു വിശ്വാസി ഇവിടുത്തെ ഒരു എന്നുള്ള രീതിയിലല്ല, ഒരു ദൈവദാസനെ പോലെയാണ് ഞാൻ ജാൻസിനെ കണ്ടിട്ടുണ്ട്. ജാൻസിനോട് ഞാൻ വളരെ തമാശയും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വ്യക്തിപരമായി എനിക്ക് എൻ്റെ ഒരു കസിൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റിൽ മരണപ്പെടുവാനിടയായി തീർന്നു. അത് ഏകദേശം ഒരു രാത്രി 1 മണിക്കാണ് ആ കാര്യം നടന്നത്. ഞാൻ ആ സ്പോട്ടിൽ പോകാനിടയായി തീർന്നു. അന്ന് ഞാൻ ചർച്ചിലുണ്ടായിരുന്ന ജോർജ് മാവനെ വിവരം അറിയിച്ചു. ജോർജ് മാവന് ഉടനെ തന്നെ ജാൻസിനെ വിവരം അറിയിച്ചു. ആ രാത്രിയിൽ പാതിരാ സമയത്ത്, അതായത് 1 മണിക്ക് ശേഷം ആ സ്പോട്ടിൽ ജാൻസ് കടന്നു വരുവാനിടയായി തീർന്നു. വളരെ ആശ്വാസമായിരുന്നു എനിക്ക്. അന്ന് രാത്രിയിലുള്ള എല്ലാ കാര്യങ്ങളും പോലീസിന്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങൾക്കൊക്കെയും ജാൻസ് അവിടെ കൂടെ നിന്നു. അത് കഴിഞ്ഞില്ല, ഒത്തിരി നേരം വെളുക്കാറായപ്പോഴാണ് ആ സ്ഥലത്ത് നിന്ന് ജാൻസ് തിരിച്ച് ഭവനത്തിലേക്ക് മടങ്ങിപ്പോയത്. രാവിലെ ജോലിക്ക് പോകണം. അതിനുശേഷം അതിന്റെ അടക്ക കാര്യങ്ങൾക്കുള്ള ഫിനറൽ സർവീസിനൊക്കെയും വാഹനം ഓടിക്കാനും മറ്റു കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ ആയിട്ട് ആ സ്പോട്ടിൽ പോകാനും വരാനും ഒക്കെയും ജാൻസ് വളരെ എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ജീവിതത്തിൽ വളരെ ഉപകാരങ്ങൾ ജാൻസ് ചെയ്തിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയുണ്ട്. എല്ലാവിധ സഭയോട് കാണിച്ച എല്ലാ കൂറിനും എല്ലാ ഇതിനും നന്ദി അറിയിക്കുന്നു. കോരമംഗല സഭയുടെ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നു. എവിടെയായിരുന്നാലും ഇതേ രീതിയിൽ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ തന്നെ ജാൻസ് തുടരുവാൻ ദൈവം സഹായിക്കട്ടെ. ചെല്ലുന്ന സ്ഥലത്ത് എല്ലാവിധ സൗകര്യങ്ങളും എല്ലാ ആത്മീയ കൂട്ടായ്മകളും എല്ലാം ദൈവം ധാരാളമായി ഒരുക്കട്ടെ. കുഞ്ഞിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, നിങ്ങളുടെ ജോലിയുടെ കാര്യങ്ങളെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ കൂടുതൽ സമയമെടുത്തെങ്കിൽ ക്ഷമിക്കണം. ഞാൻ പ്രസന്റേഷൻ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു 2 സ്ലൈഡ് ഞാൻ ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം ചെയ്ത ദേവദാസൻ ജാൻസനിൽ കൂടി ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആ വാക്കുകൾ പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും പ്രത്യേകാലുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയ ജാൻസ് ബ്രദറിനും അനു സിസ്റ്ററിനും ദൈവസഭയെ അഭിസംബോധന ചെയ്യുവാനുള്ള സമയങ്ങളാണ്. ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന സമയങ്ങളിലുള്ള അനുഭവങ്ങൾ കാര്യങ്ങളും ഒക്കെ ഒത്തിരിയുണ്ട് എന്നറിയാം. നിങ്ങൾക്ക് ദൈവസഭ അനുഗ്രഹമായിരുന്നു, ദൈവസഭയിൽ നിങ്ങൾ അനുഗ്രഹമായിരുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് സിസ്റ്റർ അനു, പ്രിയ ജാൻസ് രണ്ടുപേർക്കും സമയങ്ങൾ വേർതിരിക്കാം. ഇങ്ങനെ അടിയങ്ങൾക്ക് ഇങ്ങനെ ഒരു
പ്ലാറ്റ്ഫോമില് ദൈവസഭയോടൊപ്പം ആയിരിക്കാൻ വലിയവനായ ദൈവം അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞാന് ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പേ ഞാന് ബാംഗ്ലൂരില് സെന്റ് ജോൺസിൽ ജോലിയോടുള്ള ബന്ധത്തിൽ കടന്നു വന്നു. അന്ന് എനിക്ക് ആരെ അറിയില്ല. ഞാൻ കേരളം വിട്ട് വെളിയിൽ വരണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. എനിക്ക് ബാംഗ്ലൂരിൽ ആരെ അറിയില്ല. ഞാന് അന്ന് എന്റെ ആന്റി ഒരാൾ പത്തനാപുരത്തുണ്ട്, എലിയാമ്മ വർഗീസ്, ചർച്ച് ഓഫ് ഗോഡിനോടുള്ള ബന്ധത്തിൽ ആന്റി ആയിരിക്കുന്നു. അന്ന് പാസ്റ്റർ PG പോൾ ആണ് ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. പ്രിയ അങ്കിളുമായിട്ട് ആന്റി കണക്ട് ചെയ്തു. എന്റെ കസിൻ ചേച്ചി ഇവിടെ ചർച്ചിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ചർച്ചിലേക്ക് കടന്നു വന്നു. എന്റെ ജീവിതം തുടങ്ങിയത് ആ ചർച്ചിന്റെ പാഴ്സനേജിൽ നിന്നാണ്. ഞങ്ങൾ അവിടെ വന്നു. എന്റെ പപ്പ, എന്റെ ചാച്ചൻ എന്ന് ഞാൻ വിളിക്കും, ചാച്ചനും ഞാനും കൂടെ പാസ്റ്റർ PG പോൾ അങ്കിളാണ് ഞങ്ങളെ മടിവാളയിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയത്. അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ സെന്റ് ജോൺസിൽ ജോയിൻ ചെയ്തു. അവിടെ മുതൽ ഇങ്ങി വരെയും ഈ നിമിഷം വരെ, ഞാൻ ഈ സാക്ഷ്യം പറയുന്ന ഈ നിമിഷം വരെയും ദൈവസഭയുടെ പ്രാർത്ഥന അടിയങ്ങളുടെ ജീവിതത്തിന് ഒത്തിരി അനുഗ്രഹമായിരുന്നു. ഞാൻ ആ സഭയിൽ വന്നത് തന്നെയാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുപോലെ ഈ സെന്റ് ജോൺസിൽ ഞാൻ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് എനിക്ക് വ്യക്തിപരമായിട്ട് ആരെയും അറിയില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ വരുന്നതിന് മുമ്പ് സെന്റ് ജോൺസിൽ നിന്ന് 1-2 പേര് മാത്രം നമ്മുടെ ചർച്ചിൽ ആരാധനയ്ക്ക് വരുമായിരുന്നു. അവര് പിന്നെ പോയി ഒരു കാലയളവിൽ സെന്റ് ജോൺസിൽ നിന്ന് ആൾക്കാരില്ല. അങ്ങനെ ദൈവസഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ സെന്റ് ജോൺസിൽ നിന്ന് ആ ചർച്ചിലേക്ക് ആരാധനയ്ക്കായിട്ട് വരുന്നത്. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഞാൻ വരുന്നതിന് മുന്നമേ തന്നെ, അതായത് ഞാൻ ഈ ബാംഗ്ലൂർ സെന്റ് ജോൺസിന് വരാൻ കാരണം തന്നെ നമ്മുടെ ദൈവസഭയുടെ പ്രാർത്ഥനയാണ്. എനിക്ക് പ്രാർത്ഥിച്ചവരെ അറിയില്ല, പക്ഷെ ദൈവം എനിക്ക് വേണ്ടി അവിടെയൊക്കെയും വഴികൾ തുറന്നു. ഞാൻ ഇവിടെ വന്നു. ഇത്രത്തോളം ദൈവം അടിയങ്ങളെ സഹായിച്ചു. അടിയന്റെ ജീവിതത്തിന് ജീവനും ഭക്തിക്കും വേണ്ടുന്നതെല്ലാം ദൈവം നൽകി തന്നു. ദൈവസഭയുടെ പ്രാർത്ഥന അടിയങ്ങളുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹമായിരുന്നു. എനിക്ക് പേഴ്സണലി എടുത്തു പറയാനാണെങ്കിൽ എല്ലാരും, എനിക്ക് ആരെയും പേഴ്സണലി എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു വ്യക്തിയുടെ പേര് പോലും എനിക്ക് വിട്ടുപോകാൻ പറ്റില്ല. എങ്കിലും ഞാൻ വന്ന സമയത്ത് നമ്മുടെ ആന്റിമാര് കൂടെയുള്ള ആ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്, അതില് പാസ്റ്റർ PG പോൾ അങ്കിളിന്റെ ആന്റിയാണ് എന്നെ കൊണ്ടുപോകാനായിട്ട് ഇൻട്രസ്റ്റ് എടുത്ത് എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്ത് എന്നെ കൊണ്ടുപോകുമായിരുന്നു അവിടെയുള്ള മീറ്റിങ്ങുകൾക്കൊക്കെ. അന്ന് ഗ്രേസി ഡിക്രൂസ് ആന്റി, ഗ്രേസി അലക്സ് ആന്റി, അങ്ങനെ അതുപോലെ തന്നെ ആലിസ് ആന്റി, ലിസി ആന്റി, അങ്ങനെ കുറെ ആന്റിമാരുണ്ടായിരുന്നു. അവരുടെ കൂടെയൊക്കെയും മീറ്റിങ്ങുകൾക്ക് പോവാനും അങ്ങനെ ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുപ്പാനും ആത്മീയമായി എന്നെ വളരുവാനും ഒത്തിരി സഹായിച്ചു. അതിനുശേഷം ഇത്രത്തോളം ദൈവസഭയോടുള്ള ബന്ധത്തിലായിരിക്കാൻ വലിയവനായ ദൈവം അടിയങ്ങളെ സഹായിച്ചു. അടിയങ്ങളെ സ്നേഹിക്കുന്ന, അടിയങ്ങളെ കരുതുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. വിശേഷാൽ ദേവദാസനോടും കുടുംബത്തോടുമുള്ള അടിയങ്ങളുടെ നന്ദിയെ അറിയിക്കുന്നു. ഞാൻ പാസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ നാട്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാസ്റ്ററുടെ പപ്പായുടെ ആ ദുഃഖത്തിലായിരുന്ന സമയത്ത് എൻ്റെ മാതാവും പിതാവും അടൂർ ഒരു സഭയില് പോകുവാനും, അവിടെ എൻ്റെ ഒരു സീനിയർ ചേച്ചിയുടെ കല്യാണത്തോടുള്ള ബന്ധത്തിലാണ് അവർ പോയത്. അന്ന് അമ്മ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അനു, ഇങ്ങനെ ഒരു ചെറിയപ്പക്കാരനായ ഒരു പയ്യൻ ഇവിടെ വന്ന് ഇന്ന പോലൊരു സാക്ഷ്യം പറഞ്ഞു. നീ ഓർക്കുമ്പോഴൊക്കെ ആ മകന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും നീ പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അമ്മ ഇങ്ങനെ പറയുന്നതായതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്കൊരു സമയം, അങ്ങനെ ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രാർത്ഥന അയഞ്ഞു. എന്നാലും നമ്മുടെ ദൈവസഭയിൽ വന്ന് പാസ്റ്ററുടെ ശുശ്രൂഷ കണ്ടപ്പോ എന്നോട് അമ്മ പറഞ്ഞു, ഞാൻ അന്ന് കണ്ട പയ്യനാണ് ഇന്ന് നിങ്ങളുടെ ദേവദാസൻ എന്നോട് പറഞ്ഞു. അപ്പോ ഞാൻ ഓർത്ത്, ദൈവമേ, അന്ന് എൻ്റെ അമ്മ അറിയാതെയാണ് പറഞ്ഞത്. പാസ്റ്റർ അന്ന് ബൈബിൾ കോളേജിൽ പഠിക്കുന്നില്ല, പഠിക്കാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു. അന്ന് സാക്ഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. എന്നാല് അന്നുള്ള ആ ദേവദാസന്റെ ശുശ്രൂഷയിൽ തന്നെ ആയിരിക്കാനും വലിയവനായ ദൈവം അടിയങ്ങളെ സഹായിച്ചു. ഇത്രത്തോളം അടിയങ്ങളെ സഹായിച്ച ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടെ നന്ദിയും അറിയിക്കുന്നു, നന്ദി പറയുന്നു. എല്ലാ ദൈവമക്കളോടും, എല്ലാവരോടും, ഒരാളെ പോലും വിടുന്നില്ല, എല്ലാവരോടും. ഞാൻ അതുകൊണ്ടാണ് ആരുടെയും പേരെടുത്ത് പറയാത്തത്. എല്ലാവരോടും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെയും അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അടിയങ്ങളും നിങ്ങളെ നമ്മുടെ ദൈവസഭയെ ഓർത്ത് പ്രാർത്ഥിക്കും. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ദൈവസഭ, ഞങ്ങൾ മറക്കില്ല എന്ന് ദൈവനാമത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു.
എല്ലാ ദൈവമക്കളും അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധ നാമമായിട്ട് ഇപ്രകാരം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സഭയുടെ സെൻഡ് ഓഫിലായിരിക്കാൻ ദൈവം ഇടയാക്കി കൊടുപ്പിച്ച സ്തോത്രം ചെയ്യുന്നു. കോർമംഗല ദൈവസഭയാണ് എൻ്റെ എല്ലാം. എന്നെ വളർത്തിയതും എന്നെ ഈ നിലയിലാക്കിയതും എല്ലാം എൻ്റെ ദൈവസഭയാണ്. എത്ര പറഞ്ഞാലും മതി വരികയില്ല. 2009 ഞാൻ ബാംഗ്ലൂരിൽ കടന്നു വരുന്നത്. എൻ്റെ പഠനത്തിന് ശേഷം ഞാൻ HL ട്രെയിനിങ്ങിനോടനുബന്ധിച്ച് ഇവിടെ കടന്നു വരുന്നു. 2500 രൂപയിൽ തുടങ്ങിയ ജീവിതമാണ് ബാംഗ്ലൂരിൽ. അന്ന് മുതൽ ഇന്ന് വരെ ദൈവം അത്ഭുതകരമായിട്ട് മാനിച്ചു. കുടുംബമായിട്ട് ദൈവം ഞങ്ങളെ മാനിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഓരോ സമയങ്ങളിലും ജീവിതത്തിന് ആവശ്യമായ എല്ലാ ദൈവിക നന്മകളും ദാനങ്ങളും നൽകി തന്ന് ദൈവം മാനിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ പഠിത്തം കഴിഞ്ഞ് ഇറങ്ങി ഞാൻ ജോലി ട്രെയിനിങ്ങിനോടനുബന്ധിച്ച് എനിക്ക് അവിടെ കിട്ടുന്ന 2500 രൂപയായിരുന്നു. അതിനോടനുബന്ധിച്ച് ഞാൻ പാർട്ട് ടൈം ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് പപ്പായെ ബുദ്ധിമുട്ടണ്ട, അല്ലെങ്കിൽ അവിടുന്ന് ചെലവ് വാങ്ങണ്ട, തനിയെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ 7 മണി തൊട്ട് 3 മണി വരെ ചെയ്യൽ ജോലി ചെയ്യും. അതിനുശേഷം വൈകിട്ട് 5 മണി തൊട്ട് ഞാൻ രാത്രി 12 വരെ ഇവിടെ മക്ഡൊണാൾഡ്സിൽ ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ നടുവിൽ ഞാൻ അന്ന് മുതൽ നമ്മുടെ പ്രെയർ സെല്ലിനൊക്കെ ഞങ്ങൾക്ക് കടന്നു വരുവാനും, ഞങ്ങൾക്ക് ശനിയാഴ്ചയും ജോലി ചെയ്യണം. ഞാൻ പറയും ഞാൻ ശനിയാഴ്ച വരത്തില്ല, ശനിയാഴ്ച ഞാൻ ചർച്ചിൽ വരും. അതിന് ഓൾട്ടർനേറ്റ് ഞാൻ സൺഡേ വൈകിട്ട് ഞാൻ പോയി ജോലി ചെയ്യുമായിരുന്നു. അവിടെ എൻ്റെ അനുഗ്രഹം തുടങ്ങിയതാണ്. അന്ന് തൊട്ട് ഞാൻ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ കടന്നു വരാൻ ഇടയായി തീർന്നു. ദൈവനാമത്തിലും ദൈവസഭയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ചത് ഒന്നും നഷ്ടമായില്ല. അന്ന് എനിക്ക് ലഭിച്ച ആ സമയത്തെ ആത്മിക സപ്പോർട്ട് പ്രിയ ബിജി പോൾ പാസ്റ്ററിനെ നന്ദിയോടെ ഓർക്കുന്നു. അന്ന് മുതൽ അന്ന് അവിടുന്ന് തുടങ്ങിയ എൻ്റെ ജീവിതമാണ്. പ്രേയർ സെല്ലിനൊക്കെ അല്ലെങ്കിൽ പ്രേയർ സെല്ലിൽ കോർഡിനേറ്റ് ചെയ്യാനൊക്കെ അവസരങ്ങൾ നൽകി. അങ്ങനെ ദൈവം ഓരോ സമയങ്ങളിലും ദൈവം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഉപയോഗിച്ചു. സൺഡേ സ്കൂളിൽ ഞാൻ കടന്നു വരുന്ന സമയത്തൊക്കെ നമ്മുടെ ചർച്ച് സൺഡേ സ്കൂളൊന്നും അങ്ങനെ ഒരു പ്രോപ്പർ ഓർഡറിലല്ല. കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രം, സ്ഥാപിച്ചതിന്റെ കുഞ്ഞുങ്ങള്, പ്രിയ ഡാനി, ടാനിയ, ഈ കുഞ്ഞുങ്ങൾ മാത്രമുള്ളൂ. ഫെയ്ത്ത്, ഇങ്ങനെ ഇവർ കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ ഈ ചർച്ചിലുണ്ടായിരുന്നു. ചിലപ്പം എല്ലാവരെയും കൂടെ വെച്ച് ഒരു ക്ലാസ് ആയിരുന്നു നടത്തുന്നത്. ഒരുമിച്ച് പഠിപ്പിക്കും, ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കും, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും പഠിപ്പിക്കും. അങ്ങനെ സഭയുടെ ഒരു സ്ഥിതിയിൽ നിന്ന് ദൈവം ഇന്ന് ദൈവസഭയാക്കിയിരിക്കുന്നതായ, ദൈവം മാനിച്ചിരിക്കുന്നതായ അവസ്ഥകൾ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. ഞങ്ങളുടെ പ്രയർ സെല്ലിന്റെ സമയത്തൊക്കെ ഞങ്ങൾ ഓരോ സ്ഥലത്തും മൂലയിലും പോയി, അല്ലെങ്കിൽ അവിടെ കരം ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവെ ഇവിടെ കൊണ്ടുവരുന്ന വ്യക്തികൾക്കായി സ്തോത്രം, ഈ സ്ഥലത്തിരുത്തുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം സഭയെ വളർത്തി അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രതിയാലും ഞാൻ എൻ്റെ ബാച്ചുലർ ടൈമിൽ ഞാൻ എൻ്റെ സമയം ശനിയാഴ്ച ദിവസങ്ങളിൽ ചെലവഴിച്ചുകൊണ്ടിരുന്നത് പ്രിയ ജോറിച്ചാനൊക്കെ അവർ ബാച്ചുലറായിട്ടായിരുന്ന സമയങ്ങൾ അവിടെ. അതിനോടുകൂടെ സിജുവിന്റെ ഭവനം അവർ ചർച്ചിന്റെ മുകളിൽ താമസിക്കുന്ന സമയമാണ്. ഞാൻ ഒത്തിരി ചോറ് പ്രിയ ഗ്രേസ് മാമയുടെ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. എന്നെ സ്വന്തം മകനെ പോലെ തന്നെ പ്രിയ ലക്ഷ്ടാനും പ്രിയ ഗ്രേസ് മാമയും കാണുവാൻ ഇടയായി തീർന്നു. സ്നേഹത്തിലും അല്ലാതെയാണെങ്കിലും എന്നെ ശകാരിക്കണേലും എല്ലാം ഒരു മാതാവിനെ പോലെ, ഒരു പിതാവിനെ പോലെ പ്രിയപ്പെട്ടവർ എന്നെ കരുതി എന്നെ അൻപർത്ഥമായി സ്നേഹിപ്പാൻ ഇടയായി തീർന്നു. അവിടെയുള്ള എല്ലാ കുടുംബങ്ങളും, പ്രിയ ബിരിച്ചാൻ, ജസ്മാമ്മ, ഇപ്പോഴും ഞാൻ അവരോട് ഇടപെടുമ്പോൾ എൻ്റെ സ്വന്തം സഹോദരങ്ങളെ പോലെ, എൻ്റെ മൂത്ത ജ്യേഷ്ഠനെ പോലാണ് പ്രിയ ബിനിച്ചാനോട് സംസാരിക്കുന്നതും. എന്നോട് ഞങ്ങൾ പല വാക്കുകളും വാക്ക് തർക്കങ്ങളെല്ലാം ഉണ്ടാകാറുണ്ട്. അതെല്ലാം സ്നേഹത്തിലാണ്, ഒന്നും മനസ്സിൽ വെച്ചിട്ടില്ല ഇതുവരെ. എല്ലാം സ്നേഹത്തിലാണ്. പ്രിയ ജെസി മാമ, പ്രിയ സാവിച്ചാൻ കുടുംബം, പ്രിയ ഗ്രേസ് മാമ കുടുംബം, ലീന ടീച്ചർ കുടുംബം, പഴയുള്ള കുടുംബങ്ങളെല്ലാം അന്ന് ഞങ്ങൾ കടന്നു വന്ന് എന്നെ ഒത്തിരി ആത്മാർത്ഥമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇടയായിരുന്നു. പ്രിയ ഈ സമയം പ്രിയ ജോർജ് ചാനെ ഓർക്കുവാണ്, ജോർജ് മാമൻ, പ്രിയ ജോർജി ചാൻ, ഇവരൊക്കെ ഞാൻ കടന്നു വന്ന സമയത്ത് ഒരു രീതിയിലും ഞങ്ങളെ മാറ്റി നിർത്താതെ എന്നെയൊക്കെ ആത്മീകമായി വളർത്തുവാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഇടയായി തീർന്നു. എല്ലാവരോടും നന്ദിയോടെ ഞാൻ നന്ദി പറയുകയാണ്. ഇപ്പോൾ ആയിരിക്കുന്ന എൻ്റെ എല്ലാ കുടുംബങ്ങളും, മടിവാളയിലെ ഞങ്ങൾ ഒരുമിച്ചായിരുന്ന ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞാൻ പേരെടുത്ത് പറഞ്ഞ ആരെങ്കിലും വിട്ടുപോകും.
പ്രിയ എല്ലാ കുടുംബങ്ങളും അവർക്കായി സ്തോത്രം ചെയ്യുന്ന അന്നത്തെയുള്ള സമയങ്ങളൊക്കെ നന്ദിയോടെ ഓർക്കുകയാണ്. ഞങ്ങൾ ചിലപ്പോൾ ഒരാളായിരിക്കും ഉള്ളത്, ചിലപ്പോൾ രണ്ടുപേരായിരിക്കും ഉള്ളത്, ചിലപ്പോൾ ഒരു ബൈക്കിൽ ഞങ്ങൾ 3 പേര് ട്രിപ്പിൾസ് അടിച്ചു പോയാണ് പല വീടുകളിൽ ഞങ്ങൾ ഏരിയ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. അവിടെയെല്ലാം ദൈവം വിശ്വസ്തയോടെ നിർത്തി ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും നന്ദി. അനു നാട്ടിൽ പോകുന്ന സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ കുടുംബങ്ങളിൽ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. എന്നെ ഒത്തിരി പേര്, പ്രിയ ആൻ ചേച്ചി, ബിനു ചേച്ചി, ഫേബ, ഇവരൊക്കെ എന്നെയൊക്കെ വിളിച്ച് ഫുഡ് നൽകി തരുകയും ഞങ്ങളെ ട്രീറ്റ് ചെയ്യുകയും നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും നന്ദിയോടെ ഞങ്ങൾ നന്ദി പറയുകയാണ്. പ്രിയ പോൾ പാസ്റ്റർ പോയതിനു ശേഷം രാജീവ് പാസ്റ്റർ കുടുംബം കടന്നു വന്നു, ബിജു പാസ്റ്റർ കുടുംബം കടന്നു വന്നു. ദൈവദാസന്മാരെല്ലാം ദൈവസഭയിൽ ഞങ്ങളോട് കാണിച്ച എല്ലാ ആത്മാർത്ഥതയ്ക്കും ഞങ്ങൾക്ക് നൽകി തന്ന അവസരങ്ങൾക്കുമായി നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഞാൻ കോർമംഗലയിൽ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നില്ല ഞാൻ ഈ ഒരു നിലയിലേക്ക് കടന്നു വരുമെന്ന്. ദൈവം സമയത്ത് ദൈവം എത്തിച്ചു. ഞാനിപ്പോഴും ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കിയ ഒരു കാര്യം, ദൈവസഭയിൽ ഓരോ കാലഘട്ടത്തിലും ദൈവം ഓരോരുത്തരെ അവിടെ അയക്കാറുണ്ട്. നമ്മുടെ ചർച്ചിൽ തന്നെ കീബോർഡ് വായിക്കുന്ന ഒരു സമയമാകുമ്പം അവിടെ ഒരാളെ 2 ആഴ്ചയ്ക്ക് മുമ്പേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒരാളിനെ എത്തിക്കും. അല്ലെങ്കിൽ അവിടെ വർഷിപ്പ് ലീഡ് ചെയ്യണമെങ്കിൽ അതിന് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പിൽ ഒരു വ്യക്തിനെ ദൈവം അവിടെ അയക്കും. ഒരു സമയം ഇപ്പോൾ ആരും വന്നില്ല, പ്രത്യേകം നമ്മുടെ ജിബിനും പ്ലസിനും ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ കീബോർഡ് വായിക്കാൻ ആരുമില്ല. അങ്ങനെയൊക്കെ കടന്നു വന്ന സമയങ്ങളിൽ പ്രാർത്ഥനയോടെ നമ്മുടെ ചർച്ചിന് വർഷിപ്പിനെ അത് ബാധിക്കാൻ പാടില്ലല്ലോ. പ്രാർത്ഥനയോടെ അന്ന് കീബോർഡൊക്കെ എടുത്തു പോയി പ്രാർത്ഥിച്ചു. ഇതുവരെ സ്വർഗം ആ നിലയിലെല്ലാം ദൈവം എവിടേക്കോ ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു, അവിടെ എല്ലാം ദൈവം ഞങ്ങളെ ഫില്ല് ചെയ്യാനിടയായി തീർന്നു. ഇതിനെല്ലാം ദൈവസഭ പ്രാർത്ഥിച്ചു, ദൈവസഭ ഞങ്ങൾക്ക് കൈത്താങ്ങൽ നൽകി തന്നു. കഴിഞ്ഞ നാളുകളിൽ ദൈവസഭയുടെ വൈപ്പിയിൽ പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. കമ്മിറ്റിയിൽ അനേക നാളുകളിൽ ദൈവസഭയോട് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നു. ദൈവസഭ കാണിച്ച എല്ലാ സ്നേഹത്തിനും എല്ലാ കൈത്താങ്ങൾക്കും നന്ദിയോടെ ഞങ്ങൾ നന്ദി പറയുകയാണ്. പ്രത്യേക പ്രിയ ജൻസൺ പാസ്റ്റർ കുടുംബം കടന്നു വന്ന സമയം മുതൽ ഇതുവരെ ഞങ്ങൾ ഒരുമിച്ച് ഒരു സഹോദരങ്ങളെ പോലെ സ്നേഹിപ്പാനും അഭിപ്രായങ്ങൾ പങ്കുവെപ്പാനൊക്കെ ഇടയായി തീർന്നു. ഇത്രത്തോളം ദൈവദാസൻ ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും നന്ദി അറിയിക്കുന്നു. ദേവദാസനും കടന്നു പോകുന്നു, അവിടെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം ഞങ്ങൾ ഈ പ്രോസസ്സിങ് 2014 ഞങ്ങൾ തുടങ്ങിയതാണ്. അന്ന് ഞങ്ങൾ പ്രാർത്ഥനയോട് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഒത്തിരി എതിർപ്പുകൾ കടന്നു വന്നു, ഒത്തിരി ഡിലേസ് വന്നു, ഞങ്ങളുടെ പേപ്പേഴ്സ് ഒക്കെ ഞങ്ങൾക്ക് ലഭിക്കാനൊക്കെ ഒത്തിരി താമസം വന്നു. അനേക പ്രിയപ്പെട്ടവർ പറഞ്ഞു ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് മറ്റുള്ള ഏതെങ്കിലും കൺട്രി നോക്ക്, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് നോക്കുന്നൊക്കെ പലരും പറഞ്ഞുവെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഗൈഡൻസ് പ്രകാരം ഞങ്ങൾ തുടങ്ങി വെച്ച ഒരു പ്രോഗ്രാമാണ്. അത് എന്തു തന്നെയായാലും ദൈവം അതിന്റെ സമയത്ത് ചെയ്യുന്നിടം കാത്തിരിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പല സമയങ്ങളിലും അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് കിട്ടാതൊക്കെ വന്നപ്പോൾ ഞങ്ങൾ മാനസികമായി തളർന്ന സമയങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ദൈവവചനം നമ്മുടെ ദൈവസഭ നമുക്ക് സപ്പോർട്ടായിരുന്നു, ഞങ്ങളെ ബലപ്പെടുത്താൻ ഇടയായി തീർന്നു. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ചില സമയം ഞങ്ങളുടെ ഡോക്യുമെന്റ് കിട്ടുന്നതിന്റെ ഒരാഴ്ച ഒരു 2-3 ദിവസത്തിന്റെയൊക്കെ ഗ്യാപ്പിലൊക്കെയാണ് പല കാര്യങ്ങളും ഞങ്ങൾ സ്കിപ്പായി ഞങ്ങൾക്കുള്ള അടുത്ത പേപ്പേഴ്സ് ലഭിക്കാൻ അടുത്തൊരു പ്രോഗ്രസ് ലെവലിലേക്ക് ഞങ്ങളുടെ പ്രോസസ്സിംഗ് ഒക്കെ കടന്നു പോകാൻ ഇടയായി തീർന്നത്. അവിടെയെല്ലാം ദൈവത്തിന്റെ കരം അനുഭവിക്കാൻ ഇടയായി തീർന്നു. അവിടെയെല്ലാം ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അല്ലായിരുന്നെങ്കിൽ എപ്പോഴേ ഞങ്ങളുടെ പ്രോഗ്രാം ക്യാൻസലായി പോകേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെയെല്ലാം ക്ഷമയോടെ ദൈവസന്നിധിയിൽ കാത്തിരുന്നു. അതിന്റെ ഒരു പൂർത്തീകരണം ഞങ്ങൾക്ക് ജനുവരിയിൽ ഞങ്ങൾക്ക് അതിന്റെ വിസയുടെ കാര്യങ്ങളൊക്കെ അപ്രൂവലായി കിട്ടി. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആദ്യം ചിന്തിച്ചത് മാർച്ച് ഏപ്രിൽ കടന്നു പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അന്ന് ഞങ്ങൾ കടന്നു പോകുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കോവിഡിന്റെ പ്രയാസത്തിൽ ഞങ്ങൾക്ക് ജോലിയിൽ എത്തിപ്പാൻ കഴിയില്ല, പുറത്തിറങ്ങാൻ കഴിയില്ല. ഞങ്ങൾ വളരെ രീതിയിൽ ബുദ്ധിമുട്ടിയേനെ. ഇന്ന് ഇപ്രകാരം ഒരു സാവകാശം ദൈവം ക്രമീകരിച്ചു. എല്ലാം ദൈവം തക്ക സമയത്ത് നന്നായി ചെയ്യുന്ന വചനം പറയുന്നത് അത് അത്യന്വേഷമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കത് അനുഭവിക്കാൻ ഇടയായി തീർന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വരുന്ന ദൈവം അനുവദിച്ചാൽ വരുന്ന ചൊവ്വാഴ്ച പകൽ രാവിലെ ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. 11-ാം തീയതി ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവസഭയുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളിൽ ഒത്തിരി നിയമങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നുണ്ട്. ഒരു പ്രയാസവും കടന്നു വരാൻ ഇടവരാതെ ദൈവസന്നിധിയിൽ ഞങ്ങളുടെ ഈ ഒരു യാത്ര നല്ല രീതിയിൽ പൂർത്തീകരിപ്പാൻ, നല്ല രീതിയിൽ അവിടെ ചെന്നെത്തുവാൻ തക്കവണ്ണം ദൈവസഭയുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും ആത്മീകമായി ഭൗതികമായി എല്ലാ നിലയിലും ഞങ്ങളെ സഹകരിക്കുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിക്കുന്നു. എനിക്ക് എല്ലാവരുടെയും പേരെടുത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ അതിനുള്ള സമയമില്ല. ഞാൻ ആരുടെങ്കിലും പേര് വിട്ടുപോയി കഴിഞ്ഞാൽ അത് പ്രയാസമാണ്. നിങ്ങളെല്ലാം എന്റെ സ്വന്തമാണ്, എല്ലാവരും നിങ്ങളുടെ ഒരു കുടുംബത്തിൽ അംഗമായിരുന്നു. ദൈവം ധാരാളമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിന്നെ ഞങ്ങളെ പ്രാർത്ഥനയെ ഓർക്കുക, ഞങ്ങളെ കൈത്താങ്ങുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട
വാക്കുകളൊക്കെ നമുക്ക് കേൾക്കുവാനിടയായി തീർന്നല്ലോ. എല്ലാ ദൈവമക്കളും പറഞ്ഞ വാക്കുകൾ ഒരുമിച്ച് ക്രോഡീകരിച്ചാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ദിസ് ഈസ് ഹൗ എ ചർച്ച് ബിലീവർ ഷുഡ് ബി. ഒരു ദൈവസഭ വിശ്വാസി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നാം ഇത്രയും നേരം കേൾക്കുവാനിടയായി തീർന്ന സാക്ഷ്യങ്ങളാണ് അതിന് പ്രിയ ജാൻസ് ബ്രദർ കുടുംബമായിട്ട് അർഹനാണ്. ഈസ് a worthy believer. കഴിഞ്ഞ രാത്രി ഞാൻ ഓർപ്പിച്ചതുപോലെ 1 തിമോത്തിയോസ് 3-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തേശുവിൽ വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും അവർക്ക് സമ്പാദിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. Those who have served well as deacons obtain for themselves a high standing and great confidence in the faith that is Christ Jesus. പ്രിയ ജാൻസ് ബ്രദറിനെ കുറിച്ച് പറയുമ്പോൾ നന്നായി താൻ ശുശ്രൂഷ ചെയ്തെന്ന് എല്ലാവരുടെയും വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. നന്നായി ശുശ്രൂഷ ചെയ്തതുകൊണ്ട് തൻ്റെ യാത്രയപ്പിൽ നല്ല വാക്കുകളാണ് എല്ലാവർക്കും പറയാനുള്ളത്. ഹി ഹാസ് ഗോട്ട് എ ഗുഡ് ഹൈ സ്റ്റാൻഡിങ് ഇൻ ദ ചർച്ച്. പ്രിയ ബിനുജാനൊക്കെ ഓർപ്പിച്ചതുപോലെ നല്ല ഒരു നിലവാരത്തിൽ നിന്ന ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ സ്വാഭാവികമായി ദൈവസഭയ്ക്ക് അതൊരു വിടവാണ്, നികത്താൻ കഴിയാത്ത വിടവുകളാണ്. ഒരുപക്ഷെ മറ്റ് വ്യക്തികളൊക്കെ വന്നേക്കാം, അവർ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്തേക്കാം. എന്നാൽ വ്യക്തികൾക്ക് മാറ്റം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മാറ്റങ്ങൾ വന്നേക്കാം. എങ്കിലും ആ വ്യക്തികളെ നമുക്ക് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ജാൻസ്യാന് പകരം വേറെ ഒരാളെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റ് പലരും വന്ന് ചെയ്തേക്കാം. ബട്ട് ദ പേഴ്സൺസ് ആർ ഇറിപ്ലേസബിൾ. അവരെ നമുക്ക് വിലമതിക്കുവാൻ കഴിയുകയില്ലല്ലോ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ, there are some people wherever they go they bring joy and there are some people whenever they go they bring joy. ചെല്ലുന്നിടത്തെല്ലാം, ചിലർ ചെല്ലുന്നിടത്ത് വന്നാൽ സന്തോഷം, ചിലർ പോയാൽ സന്തോഷം എന്ന് പറയുന്ന പോലെ, he brought happiness all around. തന്നിൽ ദൈവം പരമേൽപ്പിച്ച നാം പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടല്ലോ. ഇറ്റ്സ് നോട്ട് ഹിസ് ടാലന്റ്, തൻ്റെ താലന്തുകളെക്കാൾ അപ്പുറമായി തന്നിൽ വ്യാപരിച്ച ആത്മീക അനുഭവമാണ് തന്നെ വ്യത്യസ്തനാക്കി മാറ്റി നിർത്തിയത്. നോട്ട് ഹിസ് ടാലൻസ് ബട്ട് ഹിസ് സ്പിരിച്വാലിറ്റി. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒത്തിരി ടാലന്റുകളും ദൈവകൃപയിൽ ഒക്കെ നിന്ന് ശുശ്രൂഷിക്കുന്ന വ്യക്തികളുള്ള സ്ഥലത്ത് ഒരു ശുശ്രൂഷകൻ വരുമ്പോൾ സ്വാഭാവികമായി ഒത്തിരി ഇൻഹിബിഷൻസ് വരാൻ സാധ്യതയുണ്ട്. ശുശ്രൂഷകന്മാരെ ഓവർകം ചെയ്യുവാൻ, ശുശ്രൂഷകന്മാരെ കോൺകർ ചെയ്യുവാൻ ഒക്കെ ശ്രമങ്ങൾ നടത്താറുണ്ട്, പ്രത്യേകിച്ച് അങ്ങനെ കഴിവുകളും താലന്തുകളും ഒക്കെ ഉള്ളത്. പക്ഷെ ജാൻസ് ബ്രദറിനെ കുറിച്ച് പറഞ്ഞാൽ, ഈവൻ ദോ ഹീസ് എ ഗുഡ് മിനിസ്റ്റർ, നന്നായി ശുശ്രൂഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദാസനാണെങ്കിലും തന്നെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷയിൽ നിന്നൊരു പടി പോലും മുൻപോട്ട് കയറി വരുവാൻ പലപ്പോഴും ഞാൻ തനിക്ക് അവസരങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്നോട് തന്നെ അവസരം ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും തനിക്ക് അവസരങ്ങൾ കൊടുക്കാറുള്ളത്. അങ്ങനെ മറ്റുള്ളവർ ചോദിച്ചെന്നല്ല ഞാൻ പറയുന്നത്. ഹി നെവർ അങ്ങനെ വന്നൊന്നിച്ച് ചെയ്യുവാൻ വേണ്ടി ഒന്നും ശ്രമം നടത്തിയ ഒരു വ്യക്തിയല്ല പ്രിയ ജാൻസ്യാന്. കർത്താവ് തന്നെ ധാരാളമായി അനുഗ്രഹിക്കുവാനിടയായി തീരട്ടെ. ഒരു ശുശ്രൂഷകന്റെ മനസ്സ് അറിഞ്ഞ് ഒരു ദൈവസഭ നാം കടന്നു ചെല്ലുമ്പോൾ ഒരു ശുശ്രൂഷകന്റെ മനസ്സറിയുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ ഏതൊരു ശുശ്രൂഷകനും, പ്രിയ അനുസിസ്റ്റർ പറഞ്ഞ പോലെ, ഒരു പയ്യൻ ഇവിടെ വന്ന് ശുശ്രൂഷിച്ചാലും ഏത് ശുശ്രൂഷകനും സുഖമായി ശുശ്രൂഷിക്കുവാൻ പറ്റും. മനസ്സറിയുന്ന വിശ്വാസ സമൂഹങ്ങളുണ്ടെങ്കിൽ, വിശ്വാസ കുടുംബങ്ങളുണ്ടെങ്കിൽ. പ്രിയ ജാൻസ് ബ്രദർ ഹൃദയം അറിഞ്ഞ് മനസ്സറിഞ്ഞ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത പ്രിയപ്പെട്ടവനാണ്.
പലതിനും താൻ ഒരുപക്ഷെ എടുത്തു ചാടി ഒന്നും പറഞ്ഞില്ലെങ്കിലും താന് നന്നായി ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ ദാസനാണ്. എൻ്റെ പിതാവ് ശുശ്രൂഷിച്ച സഭയിൽ ഒരിക്കൽ ഒരു ദൈവദാസൻ തന്നോട് പറഞ്ഞ ഒരു ദൂതാണ്, നിന്റെ അടുക്കള അറിഞ്ഞ് നിന്നെ കരുതുന്ന ഒരു പറ്റം വിശ്വാസ സമൂഹത്തെ ഞാൻ കൊണ്ടുവരും. താൻ ആദ്യം ശുശ്രൂഷിക്കുവാൻ വേണ്ടി കടന്നുപോയ സ്ഥലത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ താൻ നേരിട്ടപ്പോൾ ഒരു പ്രവാചകൻ, എവിടുന്നോ വന്ന ഒരു പ്രവാചകനാണ്, താൻ കുടുംബമായിട്ട് വീട്ടിൽ വന്നു. അന്ന് ആഹാരം കൊടുക്കാൻ എൻ്റെ പിതാവിൻ്റെ കയ്യിൽ പണമില്ല. എന്നാൽ മുൻകൂർ പോയി പണം വാങ്ങിച്ചുകൊണ്ട് വന്ന് അവർക്ക് വെച്ച് കൊടുത്ത് പാകം ചെയ്തു കൊടുത്തപ്പോൾ ആ ദൈവത്തിൻ്റെ ദാസൻ അന്ന് വൈകിട്ട് പറഞ്ഞൊരു ദൂതാണ്, നിന്റെ അടുക്കള അറിഞ്ഞ് നിന്നെ കരുതുന്ന ഒരു പറ്റം ജനങ്ങളെ ഞാൻ കൊണ്ടുവരും എന്ന് പറയുന്ന പോലെ പ്രിയ ജാൻസ്റ്റാന് ഒരു ദൈവദാസന്റെ ആവശ്യം അറിഞ്ഞ് കരുതലുകൾ അത് സഭാപരമായിട്ടും കമ്മിറ്റി തലങ്ങളിലുമൊക്കെ ചെയ്യുവാൻ മനസ്സ് താന് കാണിച്ചത് എനിക്ക് അറിയാം. ഒരു ശുശ്രൂഷകൻ ഒരു കുറവ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുറവ് എങ്ങനെയെങ്കിലും നികത്തണം എന്നുള്ള മുൻകൈ എടുത്ത് പല കാര്യങ്ങളും നികത്തുവാൻ വേണ്ടി താൻ ചെയ്ത കാര്യങ്ങളെ ഞാൻ ഓർക്കുകയാണ്. ഒരു ദൈവദാസന് കൊടുക്കേണ്ട, മാന്യമായി കൊടുക്കേണ്ട, തനിക്ക് കൊടുക്കേണ്ട ഒരു സാലറി, അതിനകത്തൊരു കുറവുണ്ടെങ്കിൽ അതിനെ നികത്തത്തക്കവണ്ണം പറഞ്ഞ് ആ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനൊക്കെ താൻ കാണിച്ച ഉത്സാഹങ്ങളുണ്ട് അതിൻ്റെ പുറകിലൊക്കെ. പലരും ദൈവദാസന്മാർക്ക് കൊടുക്കുന്നത് അത്രയും കൊടുക്കണ്ട എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവദാസന്മാർക്ക് ആവശ്യമനുസരിച്ച് അവർ നന്നായി ഇടുങ്ങിയല്ല, മനസ്സ് തുറന്ന് ശുശ്രൂഷിക്കട്ടെ, അവരുടെ വേലയ്ക്കൊത്തവണ്ണമുള്ള കൂലി അവർക്ക് കൊടുക്കണം എന്നൊക്കെ മനസ്സ് തുറന്ന അങ്ങനെയൊക്കെ ചെയ്യുന്നവരെയൊക്കെ ദൈവം മാനിക്കും പ്രിയരെ. അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ കർത്താവ് ആദരിക്കും. കഴിഞ്ഞ നാം കേട്ടതുപോലെ തനിക്ക് പിൻപുള്ളവരുടെ വരെ ഉള്ളത് റിജക്റ്റായി പോയപ്പോൾ ദൈവം ഒരു വര വരച്ചിട്ട് ഇതിനപ്പുറം കടക്കരുതെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ദൈവം ഒരു കരുതൽ കരുതിയെങ്കിൽ, താനൊരു സുവിശേഷകന്റെ മകനാണ്, തൻ്റെ ജ്യേഷ്ഠൻ ഒരു സുവിശേഷകനാണ്, താനൊരു സുവിശേഷകനാണ്. അവർ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെയും ദൈവത്താൽ അവർ മാനിക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താൻ എന്നോട് എപ്പോഴും പറയുന്ന ഒരു വാക്ക്, പാസ്റ്റർ പോകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പേ എനിക്ക് ഫെയർവെൽ, പാസ്റ്റർ പോകുന്നതിൻ്റെ ഫെയർവെല്ലിന് മുമ്പേ എനിക്ക് ഫെയർവെൽ. തൻ്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ ദൈവം ക്രമീകരിച്ചല്ലോ. ദൈവം തന്നെ ധാരാളമായി അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ. കടന്നു പോകുന്ന ഇടത്തൊക്കെയും കർത്താവ് മാനിക്കുവാൻ ഇടയായി തീരട്ടെ. ഒരു വാക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ദാവീദ് സിംഹാസനത്തിൽ പ്രവേശിച്ചപ്പോൾ 2 ശമൂവേൽ 9 അധ്യായത്തിൽ, യോനാഥാൻ നിമിത്തം ഞാൻ ശൗലിന്റെ വീട്ടിൽ ദയ കാണിക്കേണ്ട ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് ദാവീദ് ചോദിക്കുകയാണ്. 9 അധ്യായം 3 വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ദയ ഞാൻ കാണിക്കത്തക്കവണ്ണം. നമുക്കുള്ളത് മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് കാണിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൽ നിന്ന് ദയ കിട്ടിയവർ മറ്റുള്ളവരോട് ദയ കാണിക്കാൻ ബാധ്യസ്ഥരാണ്, അങ്ങനെ ചെയ്യുന്നവരാണ്. പ്രിയ ജാൻസിജാനെ ദൈവം മാനിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ സാമ്പത്തികമായ മാന്യതയെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരു നല്ല ആത്മീക ശുശ്രൂഷകനാക്കി കർത്താവ് തന്നെ മാറ്റുവാൻ ഇടയായി തീരട്ടെ. ലോദേബാർ എന്ന് പറയുന്ന സ്ഥലത്ത് മെഫിബോസേത്ത്, ആ സ്ഥലത്തിന്റെ പേര് തന്നെ നോ പാസ്റ്റർ നോ മാൻസ് ലാൻഡ് എന്നാ പറയുന്നത്. വചനമില്ലാത്ത സ്ഥലം, നല്ല പുൽപ്പുറങ്ങളില്ലാത്ത സ്ഥലം, ആഹാരം നന്നായി കിട്ടാത്ത സ്ഥലം. അവിടെ നിന്ന് ദാവീദ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി എന്നും നീ രാജാവിന്റെ മേശയിൽ നിന്ന് കഴിച്ചാൽ മതി. അങ്ങനെ മുടന്തനായ മെഫിബോസേത്ത് ലോദേബാറിൽ ഒരു പച്ചപ്പുമില്ലാത്ത സ്ഥലത്തു നിന്ന് രാജാവിന്റെ മേശയിൽ ആയുഷ്കാലം മുഴുവനും ഭക്ഷിക്കത്തക്കവണ്ണം ദൈവം കൊടുക്കുവാൻ ഇടയായി തീർന്നു. ദാവീദിന്റെ കരുതൽ അവന്റെ മുടന്തിനെ മറച്ചതുപോലെ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് എവിടെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപ നിങ്ങളെ മറയ്ക്കുവാനും അവിടെ നിങ്ങളെ മാനിച്ച് നിർത്തുവാനും, നിന്ദകളെ ദൈവം മാന്യതകളാക്കി മാറ്റി ദേശങ്ങളിൽ കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ
ഇടയായി തീരട്ടെ എന്ന് കർത്താവിന്റെ ദാസൻ എന്ന നിലയിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലും ദൈവത്തിന്റെ നന്മകൾ ധാരാളമായി കർത്താവ് ഞങ്ങളുടെ മേൽ പകരുവാൻ ഇടയായി തീരട്ടെ. ഒരു നിമിഷം നമ്മൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സഭയായി പ്രാർത്ഥിച്ചവർ പോകുന്ന വഴികളിൽ അടുത്ത ചില ദിവസങ്ങൾ കൂടെ അവർ ബാംഗ്ലൂരിലുണ്ട്. അവർ ദൈവസഭയിൽ ഈ വരുന്ന ശനിയാഴ്ച പ്രിയപ്പെട്ടവർ ചിലർക്കൊക്കെയും കടന്നു വരുവാൻ സാഹചര്യങ്ങളുള്ള ആ പ്രിയപ്പെട്ടവർ കടന്നു വന്ന് അവർക്ക് ആ ദൈവസഭയുടെ ഒരു മൊമെന്റോ നൽകി കൊടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ക്രമീകരണങ്ങൾ ബിനിജാൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരുമിച്ച് കടന്നു വരുവാൻ കഴിയുന്നില്ലല്ലോ, അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്. എങ്കിലും കഴിയുന്ന ചില പ്രിയപ്പെട്ടവർ കൂടി ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും, നിർവഹിക്കുന്നതായിരിക്കും. കർത്താവ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയ്ക്കാമല്ലോ. സഭയായി പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശീഷമാരിയുണ്ടാകും ആനന്ദ വാഗ്ദത്തമേ, മേൽ നിന്നു രക്ഷകൻ നൽകും ആശ്വാസകാലങ്ങളെ. ആശീഷമാരി ആശീഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി, വന്മഴ താ ദൈവമേ. ആശീഷമാരി ആശീഷം പെയ്യണമേ, കൃപകൾ വീഴുന്നു ചാരി, വന്മഴ താ ദൈവമേ. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളായിരിക്കുന്ന പ്രിയ ജാൻസ് ബ്രദർ, പ്രിയ അനു സിസ്റ്റർ, ദൈവം അവർക്ക് ദാനമായി കൊടുത്ത പൈതൽ കേറസ്, അവർ ബാംഗ്ലൂരിൽ വന്ന ആ സമയം മുതൽ ഞങ്ങളുടെ ദാസൻ ഓർപ്പിച്ചതുപോലെ വളരെ ചുരുങ്ങിയ ആരംഭത്തിൽ നിന്നാണ് പ്രിയ കർത്താവിന്റെ ദാസൻ ആരംഭിക്കുവാൻ ഇടയായിത്തീർന്നത്. ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നല്ലോ, ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചതിനാൽ നന്ദിയോടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്വപ്നം കാണുവാൻ കഴിയാത്ത വിധത്തിൽ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായി ഈ ദേശത്ത് ദൈവം അവരെ അനുഗ്രഹിച്ചു നിർത്തിയതിനാൽ ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹാഗാർ പറഞ്ഞതുപോലെ ഇവിടെയും ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു, ഇവിടെയും ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു. ഒരു കർത്താവിന്റെ ദാസന്റെ മകൻ അനേക നാളുകൾ അനേകരോട് കർത്താവിന്റെ വചനം സുവിശേഷം അറിയിച്ച വാത്സല്യ പിതാവിന്റെ തലമുറകൾ ഒരു ദേശത്തും നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കാതെ വേണം. ദൈവം പ്രിയപ്പെട്ടവനെ ബലപ്പെടുത്തി നിർത്തിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബം ദൈവസഭയ്ക്ക് ഒരിക്കലും മറക്കുവാനും വെച്ചു മാറ്റുവാനും കഴിയാത്തൊരു കുടുംബമായി ദൈവം അവരെ മാറ്റി തീർത്തല്ലോ. അവരുടെ ഈ ശുശ്രൂഷകൾക്ക് ദൈവം കൊടുത്ത എല്ലാ മാന്യതകൾക്കുമായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. അവർ ഞങ്ങളെ സ്പർശിച്ചു, ഞങ്ങളെ അവർ സ്വാധീനിക്കുവാൻ ഇടയായി തീർന്നല്ലോ. അബ്ബ, നാളെ അടുത്ത ദിനങ്ങളിൽ ദൈവത്തിന്റെ ഹൃദമനുസരിച്ച് വരുന്ന 11-ാം തീയതി അവർ ക്വിബക്കിലേക്ക് കടന്നു പോകുന്ന യാത്രയിൽ ആകാശം ചായ്ച്ചിറങ്ങി വന്ന് ദൈവം അവരുടെ ശിരസ്സുകളുടെ മേൽ കൈവച്ച് ഇന്ന് പകലിൽ അവരെ അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. നീ ഭയപ്പെടേണ്ട, നീ പോകുന്ന ഇടത്തൊക്കെയും നീ ശുഭപ്പെട്ടിരിക്കുമെന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പോലെ ദാനിയേൽ നെബൂഖദ്നേസറിന്റെ കാലഘട്ടത്തിലും ദാര്യാവേശിന്റെ കാലഘട്ടത്തിലും കോരേശിന്റെ കാലഘട്ടത്തിലും ശുഭപ്പെട്ടിരുന്നു എന്ന് വചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പോലെ അങ്ങയുടെ ദാസൻ ശുഭപ്പെട്ടിരിക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുകയാണ്. യാത്രകൾ ക്ലേശം നിറഞ്ഞതാണ്,
ബുദ്ധിമുട്ടുകളുണ്ട്, മഹാവ്യാധികളുണ്ട്. എങ്കിലും അതിന്റെ നടുവിൽ ദൈവത്തിന്റെ തൂവലുകൾ കൊണ്ട് മറച്ച് അങ്ങയുടെ കുഞ്ഞുങ്ങളെ എത്തേണ്ട സ്ഥാനത്ത് ദൈവം അവരെ എത്തിച്ച് സമാധാനത്തോടെ ദൈവം അവരെ ആ ദേശത്ത് പാർപ്പിക്കുവാൻ. അവർക്ക് വീട് ആവശ്യമാണ്, പുതിയ ജോലി ആവശ്യമാണ്. ആ ക്രമീകരണങ്ങളൊക്കെ ദൈവം അവർക്ക് നൽകിക്കൊടുത്ത് ആ ദേശത്തിൽ അവർ ശുഭപ്പെട്ടു, നന്നായി വർദ്ധിക്കുന്നു എന്ന് കേൾക്കുവാൻ ഞങ്ങൾക്ക് ദൈവം ഇട ചെയ്യുമാറാകണമേ. അവരുടെ ജീവിതത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ദോഷവും തട്ടാതെ വണ്ണം യഹോവ അവരെ കാക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പോകുന്ന ഇടങ്ങളിലൊക്കെയും ശുഭപ്പെട്ടിരിക്കട്ടെ. പ്രാർത്ഥനയും ശ്രദ്ധ വെച്ച് കിടന്നാൽ സ്തോത്രം. സകല മാനവും മഹത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വാത്സല്യ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവർ പോകുന്ന ഇടങ്ങളൊക്കെ ശുഭപ്പെട്ട് ഇരിക്കുവാൻ, അവർ മുൻപ് ആരാധിച്ച ഇടങ്ങളെയൊക്കെ അവർ മറക്കുകയില്ല. ഹല്ലേലൂയ. ദൈവസഭയെ അവർ ഓർക്കുകയും വീണ്ടും കൂട്ടായ്മകൾ കൂടുവാനൊക്കെ ദൈവം അവസരങ്ങൾ ക്രമീകരിക്കുമ്പോൾ വീണ്ടും കണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് അവസരങ്ങൾ ക്രമീകരിക്കുവാൻ ഇടയായി തീരട്ടെ. സമയങ്ങൾ അല്പം മുൻപോട്ട് കടന്നുപോയെങ്കിലും കർത്താവ് ഇത്രത്തോളം എല്ലാം ഭംഗിയാക്കിയല്ലോ. ഇതിൽ പങ്കാളികളായി തീർന്ന എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകാലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെടാണോ നിങ്ങളുടെ സഭയിലെ യുവജന പ്രസ്ഥാനം? കുഴപ്പമില്ലാത്ത രീതിയിലാണ്, പോരാ എന്നുള്ളത് അഭിപ്രായം. എന്താണ് ഈ യുവജന പ്രസ്ഥാനം ഇന്നത്തെ അവസ്ഥ? ഇന്നത്തെ മൊത്തം തട്ടിപ്പാണ്. യുവജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമുകളോ ഒന്നുമില്ല. പ്രസംഗിക്കുന്ന ഒന്ന്, പക്ഷെ അവരുടെ രീതി വേറൊന്നുള്ള രീതിയിലാണ്. മേൽത്തട്ടിലുള്ള ആൾക്കാർ ചെയ്യുന്നത് മോശമായിട്ടുള്ള രീതിയാണ്. ഇന്ന് ഈ ഹൈടെക് യുഗത്തിൽ ജീവിക്കുന്ന യുവാക്കളെ കൂടുതലായി ഈ യുവജന പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ എന്താ മാറ്റമാണ് വരുത്തേണ്ടത്? അവർക്ക് വേണ്ട രീതിയിലായുള്ള ട്രെയിനിങ്ങുകളും അവർക്ക് വേണ്ട രീതിയിലായ ക്ലാസ്സുകളും ഒക്കെ എടുക്കുകയാണെങ്കിൽ വലിയൊരു മാറ്റം ഈ IT യുഗത്തിൽ കാണുവാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ രീതിയിൽ അതൊന്നും ആർക്കും ലഭിക്കാറില്ല. വെറും ഫാഷൻ ആർട്ടാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു മാറ്റം ഉണ്ടെങ്കിൽ, നല്ല ട്രെയിനിങ്ങും നല്ല ക്ലാസ്സുകളും കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.